ഇങ്ങനെ ആരെങ്കിലും അതിന് വല്ല ആയത്തോ ഹദീസോ വായിക്കാൻ കഴിയുന്ന വല്ലോനുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോളൂ, ഞാൻ റെഡിയാണ്. ഇത്രയും മനുഷ്യന്മാരെ സാക്ഷിയാക്കി ഈ റെക്കോർഡിങ്ങിലൂടെയാണ് പറയുന്നത്, തയ്യാറാണ്. ഞാനിവിടെ ഇരിക്കുന്നു, അപ്പുറത്തുനിന്ന് ആരാണോ വരുന്നത് അയാളും ഇരിക്കുന്നു. എന്നിട്ട് ഈ വിഷയം പ്രമാണം വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം, അദ്ദേഹം സംസാരിക്കാം. തയ്യാറുണ്ടോ ചോദിച്ചു നോക്കി. അല്ലാതെ KJU എന്നുള്ള പേര് ഇങ്ങനെ കത്തന്നിട്ട് അതിന് മറുപടി തരണം എന്ന് പറഞ്ഞാൽ അത്ര തലയില്ലാത്തവരല്ലല്ലോ നമ്മളെ KJU നയിക്കുന്നത്. അതുകൊണ്ട് അത് സംഘടന ഉള്ള കാലത്തും ഇല്ലാത്ത കാലത്തും പുറത്താക്കിയാലും അകത്താക്കിയാലും എന്തായാലും ശരി, അവിടുന്ന് തന്നെ KJU എന്ന ലെറ്റർ പേഡ് അത് നമ്മൾ സ്വീകരിക്കൂല. അത് KJU പോയിട്ട് അതിൽ യു പോലുമായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ JU അല്ലേ, അവിടെ യു ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അത് സ്വീകരിക്കാതെ, അത് ഇനിയും സ്വീകരിക്കൂല. അങ്ങനത്തെ കത്തുകൾ അയച്ച് കുഴങ്ങാന്നല്ലാതെ അത് സ്വീകരിക്കൂല. അത് ഇനിയിപ്പോൾ അനസ് മുസ്ലിം ചില സ്ഥലത്ത് ചോദിക്കേണ്ടത് സംവാദത്തിലുള്ള ചർച്ചയ്ക്കുണ്ടോന്ന്, അവിടെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇപ്പം നമ്മൾ രണ്ട് കൂട്ടരും KJUവിലാണല്ലോ, രണ്ട് കൂട്ടരും KJUവിലാണല്ലോ. അതുകൊണ്ട് രണ്ട് കൂട്ടരും ഉള്ളിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഒരു കാര്യം ചെയ്യുക, KJU വിളിക്കട്ടെ രണ്ട് കൂട്ടരെയും. അദ്ദേഹത്തോട് ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്, രണ്ട് കൂട്ടരെയും KJU വിളിക്കട്ടെ. കാരണം അനസ് മുസ്ലിയാർ KJU മെമ്പറാണെങ്കിൽ ഈ ഉള്ള ഫൈസൽ മുസ്ലിയാരും KJU മെമ്പറാണ്. അതുകൊണ്ട് രണ്ട് കൂട്ടരും ഒരു സംഘടന മെമ്പർമാരായ സ്ഥിതിക്ക് ആ സംഘടനയുടെ ഉത്തരവാദിത്തത്തിൽ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാം, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് മാത്രമല്ല, KJU മെമ്പർമാരായ ഞങ്ങൾ 70ഓളം ആളുകൾ ഒരു കത്ത് തയ്യാറാക്കി എല്ലാവരും ഒപ്പിട്ട് KJUവിൻ്റെ ബഹുമാനപ്പെട്ട നേതൃത്വത്തിന് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കണം, അതിന് ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം രണ്ടു കൂട്ടരും ഒന്നില്ല. ഇപ്പം നിങ്ങളെടുത്ത ഇതേ പണി അപ്പുറത്തുനിന്ന് പോലും എടുക്കുന്നുണ്ട്, ചർച്ചക്കുണ്ടോ. എന്തിനാ ചർച്ച ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് വരില്ല. എങ്ങനെ KJUവിൻ്റെ ആൾക്കാർ, നമ്മൾ പ്രതിപക്ഷവും, അത് പറ്റൂല. KJയിലും KNMലും ISMലും MSMലും മെമ്പർഷിപ്പ് ഇല്ലാത്ത നാസർ സുല്ലമി സംഘടനൻ്റെ ആള്, ഇതിന് പലയിടത്തും മെമ്പർഷിപ്പുള്ള ഞങ്ങളൊക്കെ പ്രതിപക്ഷം, അത് സ്വീകരിക്കാൻ കഴിയില്ല. രണ്ട് കൂട്ടരും സംഘടന ആളുകളായിക്കോട്ടെ, അതൊക്കെ നടത്താം എന്ന് നമ്മൾ ഓലോടും പറഞ്ഞത്. പല സ്ഥലത്തും ചോദിച്ചു ഉണ്ടോ ഉണ്ട്, പക്ഷെ ഈ നിലക്ക്. കാരണം ഒരു സംഘടനയിൽ ഒന്നിച്ചു നിൽക്കുന്ന കാലത്തോളം ആ സംഘടന രണ്ട് കൂട്ടരെയും വിളിക്കട്ടെ, എന്നിട്ട് KJUവിൻ്റെ ഉത്തരവാദപ്പെട്ട വേദിയിൽ നിന്നുകൊണ്ട് ഈ വിഷയം ചർച്ച നടക്കട്ടെ. അത് KJUവിന് മെമ്പർഷിപ്പുള്ള എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ, തെളിവുകൾ മാറ്റിവെക്കട്ടെ എന്നാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഈ പറയപ്പെട്ട വിഷയത്തിൽ അപ്പുറത്തുള്ളത് KJUവാണ് എന്ന് ഞങ്ങൾക്കൊരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ആ കത്ത് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടോ ഇനി വേണ്ട പ്രാദേശികമായിട്ടോ, KJU പോട്ടെ പ്രാദേശികമായിട്ടോ, ഇവിടുത്തെ കുറച്ച് മുജാഹിദീങ്ങൾ കൂട്ടി നമ്മൾ ശരി ഫൈസൽ മുസ്ലിയാർ അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് നമ്മൾ അത് ഏറ്റെടുക്കല്ലേ, നമ്മൾ കുറച്ചാൾ ഇറങ്ങല്ലേ എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് റഷീദ് തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലേ? റഷീദ് തയ്യാറാ. ഇവിടുത്തെ പള്ളി കമ്മിറ്റിയോ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയോ ഇവിടെ എന്താ സംവിധാനം, ഒരു ഐക്യസംഘ്യമോ ഐക്യവേദിയോ എന്ത് പേരായാലും വേണ്ടില്ല, ആ പേരിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താം. ഞാൻ തയ്യാറാണ്, ഉറപ്പ് നൽകുന്നു. മൗലവി, നിങ്ങൾ ഏത് പ്രസംഗത്തിലും ഈ സക്കരിയാക്കളെ ഏത് പ്രഭാഷണത്തിലും കണ്ടിട്ടോ ഈ വിഷയത്തിൽ നിങ്ങളുടെ പണ്ഡിത സംഘടനയുടെ തീരുമാനം എന്താ, ഈ വിഷയത്തിൽ നിങ്ങളെ പണ്ഡിത സംഘടനയ്ക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ പണ്ഡിത സംഘടനയുടെ വലിപ്പങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ യു പോലും അംഗീകരിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ വലുതാക്കി പറയണത്. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ കോടതി പറഞ്ഞു തന്നിക്കണു KNM മർക്കസ് ദവ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ KNM മർക്കസ് ദവ എന്ന് എഴുതി വരാം. നിങ്ങൾ എന്ത് എഴുതിയിട്ടാണ് വരിക? ഒന്നും എഴുതിയിട്ട് വെറും ഫൈസൽ മുസ്ലിയാർ, വെറും അഷറഫ് എന്ന് പറഞ്ഞിട്ട് പേര്, അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു പേരിലൊരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ തയ്യാറാക്കി, അല്ലാതെ വെറുതെ ഞാൻ ഫൈസൽ റെഡിയാണെന്ന് പറഞ്ഞാൽ. ഇതേപോലെ തന്നെയാണ് നിങ്ങളെ സംശുദ്ധിയും പാലത്ത് സാൽവേഷൻ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാണ് സലാം സുല്ലമിയായിട്ട് നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടോ ചോദിച്ചപ്പോൾ അയാൾ യുക്തിവാദിയാണ്. യുക്തിവാദി കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എത്ര അടുത്ത് സംവാദം നടത്തിയുണ്ട്, പല വിഷയത്തിലും യുക്തിവാദികളോട് സംവാദം നടത്തിയിട്ടില്ലേ? വെറുതെ ഓരോന്നും വിളമ്പി വിട്ടിട്ട് കാര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന ആളുകൾ ഇന്ന സംഘടനാ രൂപത്തിൽ വരുന്നതിൽ തയ്യാറാക്കി, അല്ലാതെ ഞാൻ ഫൈസൽ റെഡിയാണ്. അത് ഫൈസൽ പോയി അറിയാതെ പറ്റുക. നിങ്ങളെ അനസ് മൗലവി ഇപ്പം എന്തിയാ പറഞ്ഞത്? ഞാൻ അന്ന് എൻ്റെ അടുത്ത് വിശ്വാസം ഇല്ലാതെയാണ് ഞാൻ പ്രസംഗിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഞങ്ങൾ മാറ്റൂല എന്നത് ഉറപ്പ്. ഇതിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയച്ചിരുന്ന ആളായിരുന്നു ഈ അനസ് മുസ്ലിയാർ. സക്കരിയ സലാഹി അല്ലേ എന്ന് മറുപടി വന്നിരുന്നത്. ഈ അനസ് മുസ്ലിയാർ പറഞ്ഞ് ഞാൻ അന്ന് വിശ്വാസം ഇല്ലാതെയാണ് സംസാരിച്ചതെന്ന്.
ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എന്താ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. പല ആളുകളോടും പറഞ്ഞു എന്നും കേൾക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഒരു സംഘടനാ ലെവലിൽ, നിങ്ങളും സംഘടനയെന്ന് പറഞ്ഞല്ലോ, എന്നാൽ ധൈര്യം ഉണ്ടെങ്കിൽ ആ സംഘടനാ ലെവലിൽ നിങ്ങൾക്കൊരു ലെറ്റർ പേഡ് ഉണ്ടാക്കിയിട്ട്, ഞങ്ങൾക്കൊരു ലെറ്റർ പേഡ് ഉണ്ട്, കോടതി അംഗീകരിച്ച് തന്നെ KNM മർക്കോസ് ദാവ എന്ന് എഴുതണം എന്നുള്ളൂ. ആ KNM മർക്കോസ് ദാവ എന്ന് എഴുതിയിട്ട് ആ ഇതിൽ ഈ എന്താ ഇയാക്കൻ അബുദോ ഇയാക്കൻ സ്തൈ എന്ന വിഷയത്തിൽ സംവാദത്തിനുണ്ടെങ്കിൽ നിങ്ങൾ റെഡിയാണ് പറഞ്ഞോളൂ. ആരൊക്കെയാണ് പേരെന്ന് ഇപ്പം പറഞ്ഞോളൂ, ഞങ്ങൾ റെഡിയാണ്. അറിയാതെ വെറുതെ പറയണമൊന്നുമല്ല. ഏതായിരുന്നാലും ഫൈസൽ മുസ്ലിയാർ തയ്യാറെന്ന് ഇപ്പം മുപ്പക്കും തർക്കമില്ല, അത് റെഡിയാണ്. ഇനിയിപ്പോൾ ലെറ്റർ പേഡ് വേണം. അതിനാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയോ പള്ളി കമ്മിറ്റിയോ ഇവിടുത്തെ ഐക്യസംഘമോ ഐക്യവേദിയോ ഏതാണോ വേണ്ടത് നടത്താമെന്നാണ് പറഞ്ഞത്, നടത്താമെന്നാണ് പറഞ്ഞത്. പക്ഷേ KJU എന്ന പേര് കത്തുന്ന അത് സ്വീകരിക്കൂല. KNM മർക്കസുൽ ദഅവ അങ്ങനെ സ്പെഷ്യൽ KNM ഉണ്ടോ നമുക്ക് ആലോചിക്കാം. വെറും KNM ആണോ? പറ്റൂല, അത് ഞങ്ങൾതാ. വെറും KNM ഞങ്ങൾതാ. KNM മർക്കസുൽ ദഅവ എന്നുള്ള വേറെ KNM ഉണ്ടോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ KJU വിട്ടോ. പിന്നെ നിങ്ങളെ പണ്ഡിത സഭ എന്തേ പറയാത്തത് എന്ന് ഞങ്ങൾ പല സ്ഥലത്തും ചോദിച്ചുതാ. ആ ചോദിച്ചോടത്തൊക്കെ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു പണ്ഡിത സഭ ഉണ്ടെങ്കിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ എന്താ മിണ്ടാത്തെന്ന് ചോദിച്ചത്, അതിനെതിരെ മുണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നും വെറുതെ പറയേണ്ട കാര്യമില്ല. അതേസമയം വിഷയം പഠിക്കലാണോ, വിഷയം തീരുമാനമാകലാണോ, പ്രാമാണികമായി ഈ വിഷയത്തിൽ ഇസ്ലാം എന്തു പറയുന്നു എന്ന് മനസ്സിലാകലാണോ, അതാണ് നമുക്ക് വേണ്ടത്. ഈ അനസ് മുസ്ലിയാർ വിശ്വാസമില്ലാതെ പറഞ്ഞു എന്ന് ഇപ്പം പറഞ്ഞ പോലെ ഞാനൊരു കാലത്ത് പറഞ്ഞൂടെ, പറഞ്ഞാൽ എന്നെ തള്ളണം, എന്താ സംശയമുള്ളത്? ഒരു കാലത്ത് ഞാൻ പറയാ അന്ന് വിശ്വാസമില്ലാതെ പറഞ്ഞതാണ്, ഞാൻ എനിക്ക് തെറ്റുപറ്റി, ഞാൻ തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ പോടാ പുറത്ത് എന്ന് പറയണം, എന്താ സംശയമുള്ളത്? ഒരു സംശയവുമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളാരും ഒരാളുടെ കൂടെ നിന്നിട്ടില്ല. സക്കരിയ സുലാഹിന്റെ കൂടെ നിന്നിട്ടില്ല, ബാലുശ്ശേരിന്റെ കൂടെ നിന്നിട്ടില്ല, ഈ ഫൈസൽ മുസ്ലിയാരുടെ കൂടെ ഒരാളും നിന്നിട്ടില്ല. നിൽക്കേണ്ട കാര്യവുമില്ല, നിൽക്കാൻ പാടില്ല. ഹക്കിൻ്റെ കൂടെ നിൽക്കുന്നു. ആ ഹക്ക് ആര് പറഞ്ഞോ അത് സ്വീകരിക്കുന്നു. ആ പറഞ്ഞോ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാണ് ഞാനത് വെറുതെ പറഞ്ഞാണ്, ഞാൻ വണ്ടി വിട്ടോ എന്ന് പറയാം. അത് എനിക്കും ബാധകമാണ്, അത് എനിക്കും ബാധക, എല്ലാവർക്കും ബാധക. അതുകൊണ്ടല്ലേ ഇവിടുന്ന് CN പോയില്ലേ, CN പോയി, ചേകന്നൂർ പോയി, സമസ്തക്കാർ പോയി, ജമാഅത്തുകാർ പോയി, സലാം സലമി പോയി, ഹുസൈൻ മടവൂര് പോയി. ആർക്കും പോകാം, ഒരു കുഴപ്പമില്ല. ഇനി ആർക്കും വരാം, അതിനും കുഴപ്പമില്ല. തെറ്റുപറ്റി ബോധ്യമായി തിരിച്ചു വരാം, ഒരു കുഴപ്പമില്ല, ആർക്കും വരാം. പക്ഷേ ആളെ നോക്കിയിട്ടല്ല, വ്യക്തിയെ നോക്കിയിട്ടല്ല ഇവിടെ തീരുമാനിക്കപ്പെടേണ്ടത്, വിഷയമാണോ തീരുമാനമാകേണ്ടത്. ഇവിടെ അതാണ് പ്രശ്നം. ഇവിടെ പ്രശ്നം ഇപ്പം എന്താ, ശൈത്താനെ പൂജിച്ചവരെ ശൈത്താൻ വല്ല ഉപകാരം ചെയ്ത് കൊടുക്കുമോ? ഇല്ലേ, കൊടുക്കുമെന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തെളിയിക്കാൻ കഴിയും. കൊടുക്കൂല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ചർച്ച നടത്താം. അത് വ്യക്തിപരമായിട്ട് വേണോ? അങ്ങനെയാകാം. അതല്ല, ഇവിടെ പ്രാദേശികമായ വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അത്തരം സംവിധാനങ്ങളാണല്ലോ, ആ സംവിധാനങ്ങളെ പേരിലാവാം. അല്ലാതെ KJUവിന് കത്ത് നിങ്ങൾ ഫസ്റ്റ് കൊടുന്നത് എവിടുന്ന? KJUവിൻ്റെ പേരിൽ ഞങ്ങൾ കത്ത് കൊടുത്തിട്ട് അതിനൊരു മറുപടി കിട്ടിയില്ല. അപ്പോഴാണ് നമുക്കതൊക്കെ പറയേണ്ടുന്നത്. ഞങ്ങൾ KJUവിൻ്റെ പേര് അങ്ങോട്ട് കത്തയച്ചിട്ട് അതിന് പ്രതികരണം ഉണ്ടായില്ല, തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് പറഞ്ഞത്, അത് KJU ആയിട്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അതിനാണിത് പറയാം. അല്ലെങ്കിൽ അതൊന്നും പറയില്ല. നേരെ മറിച്ച് ഫൈസൽ മുസ്ലിയാർ എത്ര കാലമായി വെല്ലുവിളിക്കുന്ന മൂപ്പര് വന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ KJUവും KNMയെ പറ്റി ഒന്നും പറയാൻ തന്നെ പോകില്ല. കാരണം അതങ്ങനെ പറഞ്ഞ് വലുതാക്കുന്ന സാധനമല്ല. അതുകൊണ്ട് ഞാനത് പറയില്ല. ഇവിടെ ഇത് പറഞ്ഞു, ഞങ്ങൾ KJUവിൻ്റെ പേരിൽ കത്ത് കൊടുത്തു, സ്വീകരിച്ചില്ല. അപ്പോഴാണ് പറഞ്ഞത് KJUവിൻ്റെ പേരിൽ കൊടുത്തതാണ് പ്രശ്നമായത്. ആ പേരില്ലാതെ കൊടുത്തോളൂ, സ്വീകരിക്കാൻ തയ്യാറാണ്. KNM മർക്കസുൽ ദഅവ എന്ന പേരിൽ ഒരു സ്പെഷ്യൽ KNM ഉണ്ടോ? കൊടുത്തോളൂ, തയ്യാറാണ്. NMK എന്ന പേര് കൊടുക്കാൻ തയ്യാറുണ്ടോ? കൊടുത്തോളൂ, തയ്യാറാണ്. ഇനി ഇവിടുത്തെ മറ്റേതെങ്കിലും സ്വതന്ത്രമായ സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്യുകയോ അല്ലാതെയോ ആയി കൊടുക്കാൻ തയ്യാറുണ്ടോ? കൊടുത്തോളൂ, സ്വീകരിക്കാൻ തയ്യാറാണ്. ഇനി അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ലെറ്റർ പേഡും വേണമെന്നില്ല, സീലും വേണമെന്നില്ല. കാരണം ഞങ്ങൾക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ലെറ്റർ പേഡും സീലും ഓഫീസിലൊന്നും അല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഒരു ആദർശ പ്രസ്ഥാനമാണ്. ലെറ്റർ പേഡും സീലും കയ്യിലുണ്ടായാലും KNMമായി എന്ന് നമ്മളാരും വിശ്വസിക്കണമില്ല. നേരെ മറിച്ച് തൗഹീദും സുന്നത്തും ആരുടെ കയ്യിലുണ്ടോ ഓനാ KNMലും ISMലും MSMലും MGMലും ഒക്കെ ഒരു M ഉണ്ടല്ലോ, ആ M പ്രധാന, ആ M മുജാഹിദാണ്. അതൊരു ആദർശമാണ്, അതൊരു ഹദീസിന്റെ സ്ഥാനത്തിൽ സ്വീകരിച്ച പേരാണ്. അല്ലാഹു റസൂൽ പറഞ്ഞ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഓരോ അമ്പിയാക്കളുടെയും പ്രബോധിതരുടെ പിന്മുറക്കാര് അവർ വഴിമാറിപ്പോയിട്ട് യഖൂലുന മാ ലാ യഫ്അലൂന വയഫ്അലുന മാ ലാ യുഅ്മറൂൻ, ചെയ്യാത്ത കാര്യം അവകാശപ്പെടും, കൽപ്പിക്കപ്പെടാത്ത കാര്യം ചെയ്യും എന്ന അവസ്ഥയ്ക്ക് അവർ എത്തും. അങ്ങനെ എത്തിയാൽ ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, കൈകൊണ്ട് ആട് ജിഹാദ് ചെയ്തോ അവൻ മുഅ്മിനാണ്.
നാവ് കൊണ്ട് ജിഹാദ് ചെയ്തോ അവൻ മുഅ്മിനാൻ, ഖൽബ് കൊണ്ട് ജിഹാദ് ചെയ്തോ അവൻ മുഅ്മിനാൻ. ഈ ഹദീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് മുജാഹിദ് എന്ന പേര് നാം സ്വീകരിച്ചത് എന്ന് ബഹുമാന്യനായ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാഹ് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് മുജാഹിദ്, ആ പ്രസ്ഥാനമാണ് മുജാഹിദ്. അല്ലാതെ കേവലം സംഘടനാ സംവിധാനമല്ല, ഒരു ലെറ്റർപേഡോ സീലോ അല്ല. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദർശം കൈവശമുണ്ടോ അതാ മുജാഹിദ്. അതില്ലാത്തതുകൊണ്ടാണ് മടവൂരികളെ കയ്യിൽ വ്യാജമായി ഉണ്ടാക്കിയതാണെങ്കിലും ലെറ്റർപേഡും സീലോ ഒക്കെ ഉണ്ടായിട്ടും പോലെ മുജാഹിദായി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്നത്. കാരണം ആദർശം കൈവശമില്ല. നമ്മളെ വക്കത്ത് അത് ഉണ്ടോ ഇല്ല എന്നതല്ല വിഷയം, ഈ ആദർശമുണ്ടോ അതാണ് പ്രധാനം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഏത് നിലയ്ക്ക് വേണമെങ്കിലും ഒരു പ്രയാസവുമില്ല എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പറയുന്നു. ഹലോ ഒരു മിനിറ്റ്, ലാസ്റ്റാണ്. ലാസ്റ്റ് എന്താ വെച്ചാൽ ഞങ്ങൾ KJU എന്ന് എഴുതിയപ്പോൾ അതിൻ്റെ ലാസ്റ്റിലുണ്ടായിരുന്നു KJU മർക്കസ് ദവാന്ന്. നിങ്ങളെ KJUവിന് CD ടവർ എന്നാണ്, ഞങ്ങളെ KJUവിന് മർക്കസ് ദവ ഉണ്ട്. അഡ്രസ്സ് ഇല്ലാന്നും പറഞ്ഞിട്ട ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാമല്ലോ. നിങ്ങളത് സത്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു പേരിൽ വന്നാൽ പോരെ, നിങ്ങൾ ചാടി കൊത്തുമല്ലോ. അവിടെ ഈ ചക്കരപ്പറമ്പിലും മട്ടാഞ്ചേരിയിലൊക്കെ എന്തെങ്കിലും ഒരു പേര് കാണുമ്പോഴത്തേനും ചാടി കൊത്തിന്നു. എന്നിട്ട് അവിടെ നിന്നൊന്നും ഈ അനസ് മൗലവി എന്തേ ധൈര്യമായിട്ട് പറയുന്നു ജിന്നിനെ വിളിച്ച് തടല് ശിർക്കാണെന്ന്. അവിടെ ഒന്നും പറയാതെ നീച്ചു പോന്നിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ പ്രഭാഷണത്തിൽ ആ സംവാദത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല, വേറെല്ലൊക്കെ പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ KNM ആണ്, നിങ്ങൾ KNM മർക്കസ് ദവ എന്ന് പറഞ്ഞത് തന്നോളിന്ന്. നിങ്ങളെ KNM എന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തരണ്ടു? ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഇന്ന അഡ്രസ്സിൽ KNM എന്താ CD ടവർന്നോ ഇല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് അപ്ഹിൽ ബിൽഡിംഗെന്നോ എന്താണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏത് ഇതാണ് അഡ്രസ്സ് തരുന്നു ആ അഡ്രസ്സിനനുസരിച്ച് ഞങ്ങൾ കത്ത് തരാം. ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ നമ്മൾ ഈ തമ്മിൽ ഈ സത്യം ഇവിടെ വെളിവാകണം. അല്ലാതെ നിങ്ങൾ കുറേ വിശദീകരണം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ അനസ് കുറേ വിശദീകരണം, ഇത് രണ്ടും ഒന്നാണ്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഞങ്ങൾ നാട് നേരെ ജിന്നും സിഹറും എന്നാണ് പ്രസംഗിച്ചിരുന്നു. നിങ്ങൾ ജിന്നും സിഹറും എടുത്തു, അവർ സിഹർ മാത്രം എടുത്തു എന്നല്ലാതെ ഇതിൽ രണ്ടും വ്യത്യാസമല്ല. നാണയത്തിൻ്റെ ഇരുവശങ്ങൾ തന്നെയാണ്, പക്ഷെ നാണയം മാറിപ്പോയി എന്നേ ഉള്ളൂ. നാണയം മാറി. സംഗതി ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ഞങ്ങളും ഓതുമല്ല, വേറെ രണ്ട് കൂട്ടരാണ് എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. KNM എന്നത് KJU ഇപ്പോൾ അഡ്രസ്സ് ഇല്ല എന്നല്ല പറഞ്ഞത്. KJU ഇപ്പം അടിയിൽ മർക്കസുദ്ദാഴ്വ അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഉണ്ട്, അഡ്രസ്സ് ഇല്ല എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ അവിടേക്ക് ഞങ്ങൾ അതിന് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുപോകണത്. നിങ്ങൾ KJU ഇത് അഡ്രസ്സ് ഇല്ല എത്ര പേര് എഴുതുമ്പോൾ വെറും KJU മാത്രമാണെങ്കിൽ അടിക്കുമോ? അത്ര പോയത്തൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ. അഡ്രസ്സ് എഴുതും, പക്ഷേ ആ KJU എന്ന പേര് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വകുപ്പില്ല എന്ന് പറഞ്ഞത് അവിടെ പ്രശ്നം. അല്ല KNMന് മർക്കസുദാമെന്ന അഡ്രസ്സ് ഇട്ടുകൊണ്ട് അത് KNM ആകുമോ? അഡ്രസ്സ് ഏതെന്നതല്ല, KJU എന്ന പേര് ഉപയോഗിക്കാൻ യോഗ്യരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ അഡ്രസ്സ് അതിലുണ്ട്, അഡ്രസ്സുണ്ട്, ഫോൺ നമ്പറുണ്ട്. ഇപ്പം അടുത്ത് ഞാൻ അത് പറയും, ഇതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഫോൺ നമ്പറുണ്ട്, ഇമെയിൽ അഡ്രസ്സും ഉണ്ട്, ഒക്കെ ശരിയാണ്. അതുകൊണ്ട് KJU ആകുമോ? ഇല്ലല്ലോ. അപ്പം KJU എന്ന് പറയാൻ KNM എന്ന് പറയാനുള്ള യോഗ്യത മടവൂർ വിഭാഗത്തിനില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചില്ല. ഇനി KNM അല്ല, ഞങ്ങൾ KNM മർക്കസുദ്ദാഴ്വ എന്ന വേറൊരു KNM ആണ്. ശരി, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. KNMന് അഡ്രസ്സ് മർക്കസുദ്ദാഴ്വയായി പോയി എന്നുള്ളതല്ല. KNM മർക്കസുദ്ദാഴ്വ എന്നൊരു KNM ഉണ്ടോ? അല്ലെങ്കിൽ KNM മടവൂർ എന്നൊരു KNM ഉണ്ടോ? ഈ പറഞ്ഞ KNM അല്ല ഉറപ്പാ. അപ്പം നമുക്ക് സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം അതാ പറഞ്ഞ ഇവിടെ ആ സാങ്കേതികത്വമല്ല പ്രശ്നം, ദീനാണല്ലോ, പ്രമാണമാണല്ലോ, തൗഹീദാണല്ലോ, വിഷയമാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. എങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളും ഈ നാട്ടുകാരാണ്, ഇവരൊക്കെ ഈ നാട്ടുകാരാണ്. നമുക്ക് ഈ ഒരു ഹാളിൽ തന്നെ സംഘടിപ്പിക്കാം. ഈ കൂടെ എല്ലാ മനുഷ്യന്മാരും കൂടട്ടെ. എന്നിട്ട് ഒരു ഭാഗത്ത് ഞാനിരിക്കുന്നു, മറുഭാഗത്ത് നിങ്ങൾ ആരെയാണോ കൊണ്ടുവരുന്നത് ആ പണ്ഡിതനും ഇരിക്കുന്നു. എന്നിട്ട് ഈ വിഷയ സംബന്ധമായി ചർച്ച നടക്കട്ടെ. അത് വേണമെങ്കിൽ ഈ നാട്ടിലെ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയോ ഇവിടുത്തെ പള്ളി കമ്മിറ്റിയോ ഇവിടുത്തെ പ്രാദേശിക മറ്റ് സംവിധാനങ്ങളോ അവരാരാണോ ഏറ്റെടുക്കാൻ തയ്യാറുള്ളതെങ്കിൽ അവർക്ക് റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ നിൽക്കതാവാം. ഇനി അതല്ല, വ്യക്തിപരമായിട്ടാണോ, അതിനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇനി അതുമല്ല, KNM സംസ്ഥാന കമ്മിറ്റിയാണോ തയ്യാറാവേണ്ടത്, അത് നിങ്ങൾ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്.
നിങ്ങൾ അങ്ങോട്ട് എഴുതി ചോദിക്കുക, ഞങ്ങൾ KNM എന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന KNM അല്ല ഞങ്ങളെ KNM, ഞങ്ങൾ KNM മർക്കസ് ദഅവ എന്ന വേറെ സാധനമാണ്. ഈ സാധനവുമായി നിങ്ങളാകുന്ന KNM സംവാദത്തിനുണ്ടോ എന്ന് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അപ്പം മറുപടി കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ KJU അല്ല, നിങ്ങൾ KJU എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഞങ്ങൾ ഉള്ളത്. ഞങ്ങൾ KJU മർക്കസ് ദഅവ എന്ന മറ്റൊരു സംവിധാനമാണ്. ഈ സംവിധാനവുമായി നിങ്ങളുടെ KJU എന്ന സംവിധാനം സംവാദത്തിനുണ്ടോ നിങ്ങൾ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് കത്തവിടെ കിട്ടിയാൽ ഞങ്ങളൊക്കെ വിളിക്കപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതെന്തായാലും നടത്തണമെന്ന് ശുപാർശ ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാകും എന്നല്ലേ പറയാൻ കഴിയൂ. കാരണം ഞാൻ KJU സെക്രട്ടറി അല്ലല്ലോ, ഞാൻ KJU പ്രസിഡന്റ് അല്ലല്ലോ, ഞാൻ KNMന്റെ സെക്രട്ടറി പ്രസിഡന്റ് അല്ലല്ലോ. ഒരു കേവലം ശാഖയിലെ ഒരു ജോയിന്റ് സെക്രട്ടറി മാത്രം, KNMന്റെ മണ്ഡലത്തിന് എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. KJUവിൻ്റെ ഒരു സാധാരണ ജനറൽ ബോഡി മെമ്പർ മാത്രം. അതുകൊണ്ട് എനിക്കത് ആ വിഷയത്തെ പറയാൻ കഴിയുള്ളൂ. അതേസമയം ചർച്ച വേണോ ഇൻഷാ അല്ലാഹ് നമുക്ക് എപ്പോഴും നടത്താം എന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് ഉറപ്പ് നൽകുന്നു. അസ്സലാമു അലൈക്കും. സമീർ ബാബു, എൻ്റെ പേര് മുഹമ്മദ് അലി. സമീർ ബാബു പറഞ്ഞതിൻ്റെ ആ ഒരു സെൻറ്റൻസ് മാത്രം പറയണേ. മാന്യമായി പറയുകയാണെങ്കിൽ KJU എന്ന് പറഞ്ഞ സാധനത്തിന് താല്പര്യമില്ലെങ്കിൽ ഫൈസൽ മുസ്ലിയാർ എന്ന സാധനം അത്ര ഇല്ലയെന്ന് ഞങ്ങൾക്ക് പറയാലോ. മാന്യമായി പറയണമെങ്കിൽ അതല്ല ഇവിടെ വിഷയം. പിന്നെ മനുഷ്യനെ സംബന്ധിച്ച് ജിന്ന് അഭൗതിക സൃഷ്ടിയാണ് എന്ന് താങ്കൾ സൂചിപ്പിക്കേണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 2002 ഞങ്ങളെ വിഭാഗത്തെ പിരിച്ചുവിട്ടു അല്ലെങ്കിൽ പുറത്താക്കി പോകുന്നു, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ വേറെ വിഭാഗം ഉണ്ടായ ശേഷം എന്നെങ്കിലും ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കല്ല എന്നൊരു വാദം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ഫൈസൽ മുസ്ലിയാർക്കല്ല, താങ്കൾ മിനിഞ്ഞാന്ന് വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഇപ്പോഴും പറയും KJUലുണ്ട്. അങ്ങനെയുള്ള ഈ താങ്കളുടെ സംഘടനയിൽ ഔദ്യോഗികം അഥവാ KNMന്റെ ഉദ്യോഗം വഹിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദം സഹായ തേട്ടം ഷിർക്കല്ല എന്ന വാദം താങ്കളുടെ സംഘടനയ്ക്ക് ഉണ്ടായിരുന്നോ എന്ന ചോദ്യം. ഇപ്പോൾ ഷിർക്കല്ല എന്ന് ഏതിനെക്കുറിച്ച് പറഞ്ഞുവോ അതിനെക്കുറിച്ച് ഏകദേശം ഒരു 100 നൂറ്റാണ്ടു കാലമായി നമ്മൾ ഒന്നിച്ചുള്ള കാലത്തും നിങ്ങളെ പുറത്താക്കിയതിന് ശേഷവും നമ്മൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു പോകുന്നത് അത് ഷിർക്കല്ല എന്ന് തന്നെയാണ്. അന്ന് ഷിർക്ക് എന്ന് ഏതിനെക്കുറിച്ചെല്ലാം പറഞ്ഞുവോ അത് ഇന്നും ഷിർക്ക് തന്നെയുമാണ്. അന്ന് ഷിർക്കായ ഒന്ന് ഇന്ന് ഷിർക്കല്ലാതായി മാറിയിട്ടില്ല. അന്ന് ഷിർക്കല്ലാത്ത ഒന്ന് ഇന്ന് ഷിർക്കായിട്ടില്ലാത്തതുപോലെ അന്ന് ഷിർക്കായ ഒന്ന് ഇപ്പോൾ ഷിർക്കല്ല എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഷിർക്ക് ആകലെപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കണില്ല. ഫോണിലല്ല, ഇവിടെ ശ്രദ്ധിക്കുക. ചോദ്യം ചോദിക്കാൻ മാത്രമായ പറ്റൂതല്ലോ. എവിടെയാണ് ഒരു സംഗതി ഷിർക്കാവുക, എവിടെയാണ് സംഗതി പ്രാർത്ഥനയാവുക, എപ്പോഴാണ് ഒരു വിളി ദുആ ആവുക, അവിടെയാണ് ചർച്ചയുടെ മർമ്മം. ജിന്നാവട്ടെ, ശൈത്താനാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യനാവട്ടെ, കല്ലാവട്ടെ, മരമാകട്ടെ, ഏതാണെങ്കിലും അതിനോടുള്ള ഒരു വിളി, അതിനോടുള്ള ഒരു ചോദ്യം, അതിനോടൊരു സഹായാർത്ഥന എവിടെയാണ് പ്രാർത്ഥനയായി മാറുന്നത്, എപ്പോഴാണ് പ്രാർത്ഥന ആയി മാറാത്തത്, അവിടെയാണല്ലോ വിഷയം. ജിന്നിന് മാത്രമായിട്ട് വിധി ഉണ്ടാവില്ലല്ലോ, ജിന്നിന് മാത്രം ഒരു വിധി ഉണ്ടാവില്ല. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞപ്പോൾ അന്ന് സമസ്തക്കാർ നമ്മോട് പറഞ്ഞു, പിന്നെന്തിനാണ് നിങ്ങൾ സുഖമില്ലെങ്കിൽ ഡോക്ടറെ പോയി കാണുന്നത്? അപ്പം നമ്മൾ പറഞ്ഞു ആ ആവശ്യപ്പെടൽ ശിർക്കല്ല. ഡോക്ടറോട് ശിഫയാക്കാൻ പറയുമ്പോൾ ആ തേട്ടം, ആ ആവശ്യപ്പെടൽ ശിർക്കല്ല. എന്തുകൊണ്ട്? അത് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് നമുക്ക് ആ പദം ആവശ്യമായി വന്നത്. അതുകൊണ്ട് നമ്മൾ അന്നും ഇന്നും കൃത്യമായി എഴുതി പഠിപ്പിച്ച കാര്യം, അഭൗതികമായ വഴിയിൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിൽ, അദൃശ്യമായ വഴിയിൽ കാര്യം നേടാനുള്ള തേട്ടമാണ് പ്രാർത്ഥന. ഉദാഹരണമായി AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ദൈവവിശ്വാസം ഖുർആനിൽ എന്ന ഈ പുസ്തകം, ഇതിൻ്റെ 30-ാമത്തെ പേജിൽ മൗലവി എഴുതി എപ്പോഴാണ് ഒരു വിളി ദുആ ആവുക. ഹെഡിങ് തന്നെ ദുആ എന്നാൽ എന്നാണ്. എന്നിട്ട് മൗലവി എഴുതി, അഭൗതികമായ മാർഗത്തിൽ ഒരു നന്മ ലഭിക്കുന്നതിന് വേണ്ടിയോ ഒരു തിന്മ തടയുന്നതിന് വേണ്ടിയോ ഉള്ള മനസ്സിൻ്റെ തേട്ടമാണത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഉപകാരലബ്ധിക്കോ ദുരിതമോചനത്തിനോ വേണ്ടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്കുള്ള കഴിവുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നവരോട്
തദടിസ്ഥാനത്തിൽ സഹായിക്കാനായി ഒരാൾ നടത്തുന്ന അപേക്ഷയാണത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നവരോട് ആ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള തേട്ടം, അതിനാണ് ദുആ എന്ന് പറയുക. ഇത് എ.പി. അബ്ദുൽ ഖാദിർ മൗലവി എഴുതി KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞതെന്തോ അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ എല്ലാം വിശ്വാസം. അപ്പോൾ കാര്യകാരണ ബന്ധത്തിന് അതീതമായ കഴിവ് ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാലോ ശിർക്കായി. ആ കഴിവ് ജിന്നിനുണ്ടോ? ഒരിക്കലുമില്ല. ആ കഴിവ് ജിന്നിനുണ്ടോ? ഒരിക്കലുമില്ല. ആ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കായി. ആ അടിസ്ഥാനത്തിൽ ചോദിച്ചാലോ ആ ചോദ്യം ദുആഉമായി. അതാണ് എ.പി. അബ്ദുൽ ഖാദിർ മൗലവി എഴുതി പഠിപ്പിച്ചത്. അത് തന്നെ കുഞ്ഞീദ് മദനിയുടെ ഇസ്ലാമിൻ്റെ ജീവൻ എന്ന ഈ പുസ്തകത്തിൻ്റെ 12ാമത്തെ പേജിൽ മൗലവി എഴുതി. എന്താ എഴുതിയത്? അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിൻ്റെ ഉറവിടം. ആ വിധത്തിലുള്ളൊരു കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ, വ്യക്തിക്ക് മാത്രമല്ല ശക്തിയെയും പറഞ്ഞു, ആ വിധത്തിലുള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലർപ്പിക്കപ്പെടുന്ന താഴ്മ, വിനയം, വിധേയത്വം, സ്നേഹം, ഭയം, ഫലമേൽപ്പനം, ധനവ്യയം, അന്നപാനാദികൾ ഉപേക്ഷിക്കൽ, അവയവങ്ങളുടെ ചലനം, നേർച്ച, വഴിപാട് തുടങ്ങിയ സർവ്വ കാര്യങ്ങളും ആരാധന വകുപ്പിൽ ഉൾപ്പെടുന്നു. അതാണ് ആരാധന. അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട് ആ അടിസ്ഥാനത്തിലുള്ള ചോദ്യം. എന്നിട്ട് മൗലവി പറഞ്ഞു, എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവൻ്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. ഒരു പടപ്പിനും ആ കഴിവില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. 13ാമത്തെ പേജിൽ മൗലവി എഴുതി ഒന്നുകൂടെ, അഭൗതികമായ മാർഗത്തിൽ ഒരു ഗുണലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള അർത്ഥന മാത്രമേ പ്രാർത്ഥനയാകുന്നുള്ളൂ. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള അർത്ഥനയൊന്നും പ്രാർത്ഥനയല്ല. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള അർത്ഥന, അതിന് പ്രാർത്ഥന എന്ന് പറയില്ല എന്ന് കുഞ്ഞീദ് മദനി. അത് തന്നെ ഞാൻ നേരത്തെ വായിച്ച വിചിന്തനം വാരിക, ആ വിചിന്തനം വാരികയിലും പറഞ്ഞു, ജിന്നുകളുടെയും മലക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും കഴിവുകളുടെയും കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയില്ല. അപ്പം കാര്യകാരണ ബന്ധത്തിന് പുറത്തല്ല ആ സാധനം, അതിൻ്റെ ഉള്ളിലാണ്. കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് പറയില്ല, അതിനപ്പുറമുള്ളതാണ് പ്രാർത്ഥന. അത് ജിന്നിനും ബാധകമാണ്, മലക്കിനും ബാധകമാണ്, മനുഷ്യനും ബാധകമാണ്, കല്ലുകൾക്കും മരങ്ങൾക്കുമെല്ലാം ബാധകമാണ്. 2007 ഫെബ്രുവരിയിൽ എഴുതിയത്. ഇനി അതിനുശേഷം 2001 ഫെബ്രുവരിയിലെ ഞാൻ നേരത്തെ വായിച്ച വിചിന്തനം വാരിക, മടവൂരികളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ട വാരികയുണ്ടല്ലോ, അതേ ലക്കത്തിൽ തന്നെ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അപ്പോൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നത് കാര്യകാരണ ബന്ധത്തിനതീതമായ ഗുണദോഷ പ്രതീക്ഷയോടെയുള്ള ഏതു ചെറിയ ചലനം പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ നടത്തുകയുള്ളൂ എന്നതാണ് ആ പ്രതിജ്ഞയുടെ പൊരുൾ. അപ്പോൾ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണോ, അതിന് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അത് എല്ലാവർക്കും ബാധകമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെറിയ മുണ്ടം എഴുതിയത്. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ സംശയവും മറുപടി എന്ന പുസ്തകത്തിൻ്റെ 37ാമത്തെ പേജ്. അതുതന്നെ ഈ 2012 ജനുവരിയിൽ KJU-വിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രബന്ധം, ആ പ്രബന്ധത്തിലും പറഞ്ഞു, എന്ത്
ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ പോലും ഇതിൽ അല്ലാഹു തആല വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവില്ല, അഥവാ അതൊരു പ്രാർത്ഥന എന്ന് പറയാവതല്ല. അപ്പോൾ തർക്കമില്ലാതെ 100 കൊല്ലത്തോളമായി നാം എഴുതിപ്പോന്നു. അത് KM മൗലവിയുടെ ഫത്വകൾ എന്ന യുവത പുറത്തിറക്കിയ പുസ്തകത്തിലെ 130 മുതൽ 134 വരെയുള്ള പേജുകളിൽ കാണാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ ദൈവവിശ്വാസം ഖുർആൻ എന്ന പുസ്തകത്തിൻ്റെ 30-ാമത്തെ പേജിൽ കാണാം. കുഞ്ഞീൽ മദനിയുടെ ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകത്തിൻ്റെ 12-13 പേജുകളിൽ കാണാം. അതേപോലെ ഫാത്തിഹയുടെ തീരത്ത് എന്ന ഉമർ മൗലവിയുടെ പുസ്തകത്തിൻ്റെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം. അത് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം. അതേപോലെ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ യഥാർത്ഥ ശത്രു എന്ന പുസ്തകത്തിൽ അത് വിശദമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. സമാനമായി ധാരാളം പുസ്തകങ്ങളിൽ വിശദമായി പറഞ്ഞു. KM പന്നൂർ എഴുതിയ ജവാബ് സംശയങ്ങളും മറുപടിയും എന്ന പുസ്തകത്തിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. മൗലിദും ഇസ്തിഗാസയും എന്ന അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിലും അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തൗഹീദുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പുസ്തകം എഴുതിയോ അവിടെയെല്ലാം ഉണ്ട്. ഈ KNM ഉണ്ടാകുന്നതിന് മുമ്പ് 1946 രചിക്കപ്പെട്ട കണ്ണൂർ അബ്ദുൽ ഖാദിർ മൗലവിയുടെ തൗഹീദ് എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ 4-5 സ്ഥലത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 1918 രചിക്കപ്പെട്ട വക്കം അബ്ദുൽ ഖാദിർ മൗലവിയുടെ തൗഹീദും ശിർക്കും എന്ന ലേഖനം അൽ മുസ്ലിമും പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിലും വിശദമായി ഈ കാര്യകാരണ ബന്ധം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതു കാലത്തും ദുആ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കിയത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടത്തെയാണ്. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചോദിച്ചാൽ അതിന് ചോദ്യമെന്നേ പറയൂ, പ്രാർത്ഥന എന്ന് പറയില്ല. അതാണ് ഇപ്പോഴും ചർച്ചയാകുന്ന വിഷയം. അതിൽ ജിന്നു മാത്രോ മലക്ക് മാത്രോ എന്ന് വേർതിരിവതിലില്ല. ഏതു പടപ്പിനും ആ ഒരു അസുല് ബാധകമാണ്. I asked you to play football, but you played volleyball very well. പിന്നെ ഈ വിഷയ സംബന്ധമായ ചോദ്യത്തിക്കല്ല നിങ്ങൾ വന്നത്. അതിന് കാരണം ഞാൻ സിമ്പിൾ ചോദ്യം ചോദിച്ചത്, ഈ കഴിഞ്ഞ 10-11 വർഷത്തിനിടക്ക് നിങ്ങൾ എന്ന് പറയുന്ന KNM എന്ന് പറയുന്ന അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള KJUവിൻ്റെ ആൾക്കാർ ആരെങ്കിലും ജിന്നിനോട് സഹായം ചോദിക്കൽ ഷിർക്കല്ല എന്ന വാദം, ശരിക്കും ശ്രദ്ധിച്ചോളൂ, പ്രാർത്ഥനയല്ല, സഹായം ചോദിക്കൽ ഷിർക്കല്ല എന്ന വാദം ഉണ്ടായിരുന്നോ? ഇപ്പോൾ ജിന്നിനോട് സഹായം ചോദിക്കൽ ഷിർക്കാണെന്ന വാദമുണ്ടോ? അതല്ല, ഷിർക്കല്ല എന്ന് തന്നെയാണോ വാദം? ഹാലറായ ജിന്നിനോടാണെങ്കിലും മറിഞ്ഞിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അറിയില്ല, അതിൻ്റെ പറഞ്ഞിരിക്കുന്നതും അടുത്തിരിക്കുന്ന ആൾക്കാർ ഏത് ജിന്നായിക്കോട്ടെ, ഒന്നും കൂടെ ആവർത്തിക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഈ 11 വർഷത്തിനിടക്ക് ഷിർക്കല്ല എന്ന വാദം നിങ്ങൾക്കുണ്ടായിരുന്നോ? അത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഷിർക്കാണെന്ന് പറയുന്നുവോ? പ്രാർത്ഥനയല്ല, സഹായത്തേട്ടം. താങ്കൾ ആവശ്യപ്പെട്ട ഫുട്ബോൾ തന്നെയാണ് ഞാൻ കളിച്ചത്. അത് വോളിബോൾ ആണെന്ന് താങ്കൾ തെറ്റിദ്ധരിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയല്ല സംഭവിച്ചത് എന്ന് താങ്കൾ മനസ്സിലാക്കണം. ഇനി ഫുട്ബോൾ എന്താ വോളിബോൾ എന്താന്ന് തിരിയാത്തോണ്ടാണെങ്കിൽ നിവൃത്തില്ല. അതുകൊണ്ട് അത്തരം കമാൻഡുകൾ ആവശ്യമില്ല. യു ആസ്ക് ടു പ്ലേ ഫുട്ബോൾ, ഐ പ്ലേഡ് ഫുട്ബോൾ. അതുകൊണ്ട് അത് ആവശ്യമില്ല. അങ്ങനത്തെ കമാൻഡൊന്നും നമുക്ക് ആവശ്യം. നമ്മൾ ദീനിയായ ചർച്ചയാണ്. നിങ്ങൾക്കൊരു പക്ഷേ BA MA PhD ഉണ്ടാകും, എനിക്ക് PhD PG ഒന്നുമില്ല. പക്ഷേ എന്നാലും ആ വക ശൈലി ശരിയല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ചോദിച്ചത് എന്താ? ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന വാദം ഇതിനു മുമ്പ് ആര് പറഞ്ഞു? അവിടെയാണ് ശിർക്ക് എന്ന് എന്തിനെക്കുറിച്ചെല്ലാം പറഞ്ഞോ അതെല്ലാം ഇന്നും ശിർക്ക് തന്നെ, മാറ്റിയിട്ടില്ല. ശിർക്ക് അല്ല എന്ന് ഏതിനെക്കുറിച്ച് പറഞ്ഞോ അത് ശിർക്കല്ല, അതങ്ങനെ തന്നെ. അത് ജിന്നു മാത്രമല്ല, മലക്കും അങ്ങനെ തന്നെയാണ്, മനുഷ്യനും അങ്ങനെ തന്നെയാണ്, ഏത് സൃഷ്ടിയും അങ്ങനെ തന്നെയാണ്. എങ്കിൽ ജിന്നും മലക്കും ഉൾപ്പെടെയുള്ള ഏത് സൃഷ്ടിയോടും ചോദിക്കുന്ന ചോദ്യം പ്രാർത്ഥനയാകുമോ ഇല്ലേ? പ്രാർത്ഥന ആകുമ്പോഴാണല്ലോ ശിർക്ക് വരിക. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു സഹായം ചോദിക്കൽ, പക്ഷെ പ്രാർത്ഥനയല്ല. അപ്പം പ്രാർത്ഥന അല്ലാത്ത ഒരു സഹായം ചോദിക്കുക എന്ന വകുപ്പ് ഉണ്ട് എന്നാണോ അതിനർത്ഥം? നിങ്ങൾ പറഞ്ഞു ഞാൻ ചോദിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചല്ല, സഹായം ചോദിക്കലിനെ കുറിച്ച്. ഒരു കൂട്ടർ ഇപ്പം പ്രചരിപ്പിച്ചെന്താ ഏത് സഹായ ചോദ്യവും പ്രാർത്ഥനയാണ് എന്നാ. ജിന്നിനോട് എന്ത് ചോദിച്ചാലും അതെല്ലാം പ്രാർത്ഥനയാണ് എന്നൊരു കൂട്ടർ പറയുന്നു. താങ്കൾ ഇപ്പം പറഞ്ഞെന്താ
ഞാൻ ചോദിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചല്ല, സഹായം ചോദിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ പ്രാർത്ഥന അല്ലാത്ത ഒരു സഹായ ചോദ്യം എന്ന വകുപ്പ് ജിന്നിൻ്റെ വിഷയത്തിൽ ഉണ്ടോ? അതോ ആ സഹായം ചോദിക്കുന്നതും പ്രാർത്ഥന തന്നെയാണോ? നിങ്ങൾ ഉദ്ദേശിച്ച സഹായം ചോദിക്കൽ അത് പ്രാർത്ഥന തന്നെയാണോ അല്ലേ? ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അല്ല, ഉദാഹരണമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിക്കണം അതേമാതിരി തന്നെ എനിക്കും ചോദിക്കാലോ, അവസരം ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയാം. അതേപോലെ തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള വിഷയമാണ്. അതായത് ചക്കരപ്പറമ്പിലും മട്ടാഞ്ചേരിയിലും അനസ് മൗലവിയും ഇപ്പോൾ താങ്കൾക്ക് അനഭിമതനായിട്ടുള്ള അനസ് മൗലവിയും ഹനീഫ് കായക്കടിയും നൗഷാദ ഹസനിയും ടീമുമായിട്ട് സംവാദം നടത്തുകയും ആ സംവാദത്തിൽ അവർ പറഞ്ഞു, പള്ളിപ്പടിയിലുള്ള ഉപ്പാപ്പ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കല്ല എന്ന് ഞങ്ങൾ വാദിക്കുന്നു. പള്ളിപ്പടിയിലുള്ള ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഷിർക്കല്ല എന്ന വാദം നിങ്ങളും എഴുതൂ എന്ന് പറഞ്ഞ് വ്യവസ്ഥക്കിരുന്ന ഓർമ്മയുണ്ടല്ലോ. ആ വ്യവസ്ഥ പാളിപ്പോയതും ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത സംവാദമൊക്കെ അവിടെ നടക്കുകയുണ്ടായി. ഈ വിഷയ സംബന്ധമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സിമ്പിൾ. ആ സുന്നികൾ ചോദിച്ച, ഞാൻ സുന്നി ആയതുകൊണ്ടല്ല, ഞാൻ അങ്ങനെ വ്യാഖ്യാനം വേണ്ട, സുന്നി എന്ന് പറയുന്നത് സുന്നത്ത് വൽ ജമാഅത്താണെങ്കിൽ ഞാൻ അതാണ്. ഇവിടെ പറയുന്നത് ആ നൗഷാദ് ഹസന് ചോദിച്ച അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. അനസും കായക്കൊടിയും യാതൊരു രക്ഷയില്ലാതെ ഒഴിഞ്ഞുപോയ മാറിപ്പോയ വ്യവസ്ഥ എഴുതാതെ രക്ഷപ്പെട്ട ആ ചോദ്യം ചോദിക്കുള്ളൂ. വെറും സിമ്പിൾ ചോദ്യം. ആ ചോദ്യം ശിർക്ക് തന്നെയാണ്. പള്ളിപ്പടി ഉപ്പാപ്പ സഹായിക്കണേ എന്ന് ഖുറാഫികൾ ചോദിക്കുന്ന ആ സ്ഥാനത്ത് പള്ളിപ്പടിയിലെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ 100% ശിർക്ക് തന്നെ. എനിക്കതിൽ സംശയമില്ല, യാതൊരു സംശയം എനിക്കതിൽ ഇല്ല. അത് ശിർക്ക് തന്നെയാണ്. കാരണം ഖുറാഫികൾ ചോദ്യം തന്നെ അങ്ങനെയാണ്. പള്ളിപ്പടി ഉപ്പാപ്പ സഹായിക്കണേ ഞങ്ങൾ പറയുന്നു, അത് ശിർക്കാന്ന് നിങ്ങൾ പറയുന്നു, എങ്കിൽ പള്ളിപ്പടിയിലെ ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ വിധി എന്ത്? ശിർക്ക് തന്നെ, സംശയമില്ല. അതിൽ നമുക്ക് ആർക്കും തർക്കിക്കേണ്ട കാര്യവുമില്ല. ഇവിടെ അങ്ങനെ ചോദിച്ചാൽ ശിർക്കാവോ ഇല്ലേ എന്നതല്ല വിഷയം. ഇവിടുത്തെ തർക്കം എന്താ? ഇവിടുത്തെ തർക്കം ഒരു ജിന്നിനോടുള്ള ഏത് ചോദ്യവും പ്രാർത്ഥനയാകുമോ ഇല്ലേ? പ്രാർത്ഥന ആകുമെങ്കിൽ ഏത് ചോദ്യവും ശിർക്കാണ്. അതല്ല, പ്രാർത്ഥന ആകാത്ത വല്ല ചോദ്യങ്ങളും വല്ലയിടത്തുമുണ്ടോ എങ്കിൽ ആ ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. ഈ രണ്ട് വാദമാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഈ രണ്ട് വാദങ്ങൾ. ഒന്നാമത്തെ വാദം ഏത് ചോദ്യവും പ്രാർത്ഥന തന്നെ, അതുകൊണ്ട് ശിർക്ക് തന്നെ. മറ്റൊരു വാദം ഏത് ചോദ്യവും പ്രാർത്ഥന എന്ന് പറഞ്ഞുകൂടാ, അതിനാണ് പ്രാമാണികമായ പിൻബലമുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ വായിച്ചു, ചെറിയ മുണ്ടത്തിൻ്റെ ഈ ലേഖനം എന്താ പറഞ്ഞത്? അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഈ അഭിപ്രായത്തിനാണ് ചെറിയ മുണ്ടമെഴുതിയ, അതേപോലെ KNM ഇത്രയും കാലം സ്വീകരിച്ചു പോന്ന ഈ അഭിപ്രായത്തിനാണ് പ്രമാണങ്ങളുടെ പിൻബലം. അതുകൊണ്ടാണ് ഈ വിവാദമുണ്ടായപ്പോൾ ഇവിടെ രണ്ടു കൂട്ടരെയും വാദം കേൾക്കുകയും എന്നിട്ട് അതിലൊരു തീരുമാനം അറിയിക്കുകയും ചെയ്ത ഒരു വിദേശ സംഘടനയാണ് ജംഇയ്യത്ത് ഇഹ്യാ തുറാസിൽ ഇസ്ലാമി, കുവൈത്തിലെ ആധികാരികമായ സലഫി സംഘടന. അവർ രണ്ട് വിഭാഗത്തിൻ്റെയും വാദങ്ങൾ കേട്ടിട്ട് KNMൻ്റെയും KJUവിൻ്റെയും നേതൃത്വത്തിന് അവർ അയച്ച കത്താണ് ഇത്, അതിൻ്റെ കോപ്പിയാണിത്. ഈ കത്തിൽ അവർ നമുക്ക് വിശദീകരിച്ച് തന്നൊരു വിശദീകരണമുണ്ട്. എന്താ പറഞ്ഞത്? ഇവിടെ രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടല്ലോ. എന്താണ് തർക്കം? ജിന്നോട് ചോദിക്കാമോ എന്നല്ല, തേടാമോ എന്നല്ല, പ്രാർത്ഥിക്കാമോ എന്നല്ല, മറിച്ച് ജിന്നിനോട് എന്ത് ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്കെല്ലാം ദുആ എന്ന് പറയുമോ ശിർക്ക് എന്ന് പറയുമോ? അവിടെയാണ് തർക്കം. അതേപോലെ നേരത്തെ പറഞ്ഞ രണ്ട് ഹദീസിൻ്റെ വിഷയവും ഇതിൽ അവർ പറഞ്ഞ വിശദീകരണം എന്താ? വഅമ്മാ മസ്അലത്തുൽ ഇസ്തിആനത്തി ബിൽ ജിന്നി, ജിന്നിനോട് സഹായം ആവശ്യപ്പെടുക എന്ന വിഷയം ഫതുർഫുൻ യറാ, ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ശിർകുൻ മുത്ലഖൻ ബിജമീഇ അൻവാഇഹാ,
ജിന്നിനോട് സഹായം ആവശ്യപ്പെടുക എന്നത് എല്ലാം ശിർക്ക് തന്നെ, അതിന് ഏത് തരമെടുത്താലും അതെല്ലാം ശിർക്ക് തന്നെ എന്ന് നിങ്ങളിൽ ഒരു ഭാഗം അഭിപ്രായപ്പെടുന്നു. വത്തർഫുൽ ആഖർ, മറ്റേ ഭാഗം അഭിപ്രായപ്പെടുന്നു, യറ അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ലൈസ ബിശിർകി മാ ഹുവ ലൈസ ബിശിർകിൻ. ജിന്നിനോട് സഹായം തേടുക എന്ന വിഷയത്തിൽ, സഹായം ആവശ്യപ്പെടുക എന്ന വിഷയത്തിൽ ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. എന്നാൽ ലാകിൻ യഹ്റുമു ജമീഉഹാ, എല്ലാം ഹറാമാണ്, എല്ലാം നിഷിദ്ധമാണ്. മിൻ ബാബി സദ്ദിൽ ദരീഅത്തി ഇല ശിർക്കി, ശിർക്കിലേക്കുള്ള പഴുതടക്കുക, കവാടമടക്കുക എന്ന തത്വപ്രകാരം ഏതു ബന്ധവും ഹറാമ് തന്നെ. ശിർക്കായ ചോദ്യവും ഹറാമ്, ശിർക്കല്ലാത്ത ചോദ്യവും ഹറാമ് എന്ന് മറുവിഭാഗം പറയുന്നു. വറാജിഹു വല്ലാഹു അഅലം, ഈ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ, ജിന്നുകളോടുള്ള സഹായം ആവശ്യപ്പെടുക എന്നത് വ്യത്യസ്ത ഇനങ്ങളാണ്. മിൻഹ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. വമിൻഹ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്കി, ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമുണ്ട്. എന്നാൽ വയഹ്റുമു ജമീഉഹാ, അതെല്ലാം ഹറാമാണ്. മിൻ ബാബി സദ്ദിൽ ദരീഅത്തി ഇല ശിർക്കി, ശിർക്കിലേക്കുള്ള വഴി അടക്കുക എന്ന തത്വപ്രകാരം. എന്നിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണ്ട, എന്നിട്ട് പറഞ്ഞു ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലി റാജിഹി, ഈ പ്രബലമായ അഭിപ്രായത്തിൽ ആലിമീങ്ങളെല്ലാം ഇത്തിഫാഖാണ്, പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ചിട്ടുണ്ട്. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, ഇൽമുള്ള ആളുകൾക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അതാണ് ലോകത്തുള്ള വിശ്വാസികൾ, മുസ്ലിമീങ്ങളെല്ലാം സ്വീകരിച്ചു പോകുന്ന അടിസ്ഥാന തത്വം. ഏത് സൃഷ്ടിയോട് ഏതു സഹായം ചോദിക്കുമ്പോഴും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ വല്ലതും ചെയ്തേക്കാം എന്ന നിലക്കാണോ ചോദ്യം, ആ ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് പറയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അവൻ സഹായിക്കുമെന്ന അർത്ഥത്തിലാണോ ചോദ്യം, ആ ചോദ്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണോ, അതെല്ലാം ശിർക്കാണ്. പ്രാർത്ഥന അല്ലാത്തതുണ്ടോ, ശറഅ് അംഗീകരിച്ചതുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാത്ത ചെയ്തുകൂടാ. മനുഷ്യൻ്റെ വിഷയത്തിലാകുമ്പോൾ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ഇസ്ലാം അംഗീകരിച്ചതാണ്, മതം അംഗീകരിച്ചതാണ്, നമുക്കത് ചെയ്യാം. ജിന്നിൻ്റെ വിഷയത്തിലാകുമ്പോൾ കാര്യകാരണ ബന്ധത്തിന് അടിസ്ഥാനത്തിലുള്ള ചോദ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല, അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു ജിന്നിനോട് തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടൊരു ജിന്ന് എന്ന് സങ്കല്പിക്കുക, പ്രത്യക്ഷപ്പെടാമല്ലോ, അതേതായാലും തടസ്സമില്ലല്ലോ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടൊരു ജിന്നിനോട് വല്ലതും ചെയ്യോ എന്ന് ചോദിച്ചാൽ, ഒന്നങ്ങ് മാറി നിൽക്കോ എന്ന് ചോദിച്ചാൽ, വേണ്ട ഉഖ്റുജിയ അദുവല്ല, അള്ളാഹുവിൻ്റെ ശത്രു പോവിടുന്ന് എന്ന് പറയുകയോ ചെയ്താൽ അതിന് ദുആ എന്ന് പറയില്ല, പ്രാർത്ഥന എന്ന് പറയില്ല. അതുകൊണ്ട് ശിർക്ക് എന്ന് പറയാവതല്ല. എന്നാൽ ജിന്നിനോടുള്ള ഏത് അർത്ഥത്തിലുള്ള സഹായമാവശ്യപ്പെടലുകളും ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടില്ല, നിഷിദ്ധമാക്കിയതാണ്, ഹറാമാണ്, ചെയ്യാവതല്ല. അതിൽ 95% ശിർക്കുമായി ബന്ധപ്പെട്ട വഴികൾ തന്നെയായതുകൊണ്ട് അതെല്ലാം ശിർക്ക് തന്നെ എന്ന് പറയാം. അതല്ലാത്ത കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കഴിയുന്ന കാര്യങ്ങളിൽ അവർ വല്ലതും ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന നിലക്കുള്ളൊരു വിളിക്ക് പ്രാർത്ഥന എന്ന് പറയാവതല്ല. അതാണ് മലയാളത്തിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് അതിന് എഴുതിയത്. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അതാണ് KNM പറഞ്ഞത്, അതാണ് പ്രമാണം പഠിപ്പിച്ചത്, അതാണ് ലോക പണ്ഡിതന്മാരെല്ലാം അംഗീകരിച്ചത്, അത് തന്നെയാണ് നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പള്ളിപ്പടിപ്പാപ്പ കാക്കണേ എന്ന് പറയുന്ന സ്ഥാനത്ത് പള്ളിപ്പടിയെ ജിന്നയെ കാക്കണേ എന്ന് പറഞ്ഞാലോ, രണ്ടും ഒരുപോലെ ശിർക്ക് തന്നെ, സംശയമേതുമില്ല. ഇപ്പോൾ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എഴുതി എന്ന് പറഞ്ഞ ആ സംഗതിയിൽ നിങ്ങൾ ലൈഫാണ്, പറ്റൂല എന്ന് പറഞ്ഞ ഹദീസ് പ്രകാരമാണ് അത് എഴുതിയിട്ടുള്ളത്. യാ ഇബാദല്ല അയ്യുനി എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ചെറിയ മുണ്ടം എഴുതി ഞങ്ങളെ വിഭാഗത്ത് മറ്റേ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ മടവൂരി പണ്ഡിതൻ, അത് വെറുതെ പറയാം, കാരണം സ്നേഹസംവാദത്തിൽ
ഇപ്പോഴും ചോദ്യോത്തരം കൈകാര്യം ചെയ്യണ അദ്ദേഹമാണെന്നുള്ള ഈ സമൂഹം ഒന്ന് അറിയട്ടെ. സ്നേഹസംവാദത്തിൽ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ. അദ്ദേഹം എഴുതിയത് യാ ഇബാദുള്ള ഐനൂനി എന്ന് പറയുന്ന ഒരു വാറോല, ദുർബല ഹദീസ് എന്ന് പോലും പറയാൻ പറ്റാത്ത വാറോല വെച്ചിട്ടുള്ള കാര്യത്തിനെയാണ് താങ്കൾക്ക് വേണ്ടി തെളിവായിട്ട് ഹമീദ് മദനി എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഒന്ന്. രണ്ട്, ഇപ്പോൾ തൊട്ടു മുമ്പ് താങ്കൾ പറഞ്ഞു KJU എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമില്ല എന്നൊക്കെ പറഞ്ഞാൽ താങ്കളെ അല്ലേ ഇല്ല KJ ഞങ്ങളെ കുറിച്ചിട്ട്. അപ്പോ ഇപ്പൊ താങ്കൾ പറഞ്ഞു താങ്കൾ മറന്നു പറയണം, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ പറഞ്ഞത് എനിക്ക്? ഞാൻ ചോദിച്ചു അന്ന് അനസ് മുസ്ലിയർ എന്ന് പറഞ്ഞാൽ മോശാക്കിയല്ല കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഹനീഫ് കായക്കൊടിയും കൂടെ രണ്ട് സംവാദം നടത്തിയപ്പോൾ മറുപടി പറയാതെ കഴിച്ചിലായപ്പോൾ ഇപ്പോൾ താങ്കൾ പറയുന്നു 3-4 വർഷമായി ജനങ്ങൾ തെറ്റിദ്ധരിച്ച് നടക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നു ഷിർക്കാണ്, ആ വിളി ഷിർക്കാണെന്ന് പറയുന്നു. എന്നിട്ട് പറയും അത് എൻ്റെ അഭിപ്രായത്തിൽ ഷിർക്കാണെന്ന്. താങ്കളുടെ അഭിപ്രായത്തിൽ മോശമാക്കി പറയില്ല കേട്ടോ, വലിയ വിലയുണ്ടോ? സംഘടന തീരുമാനിച്ച് പറഞ്ഞയച്ച 2 ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കേ. ഇത് നിങ്ങളാരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. സദസ് ഇതാവും വേണ്ട, സദസ് ഒരു കുഴപ്പമില്ല, ഞാൻ തെറ്റിദ്ധരിക്കാം അങ്ങനെയല്ല. താങ്കൾ എന്ന് പറയുന്നത് മോശമാക്കിയിട്ടല്ല, താങ്കൾക്ക് ഒരു വ്യക്തി എന്നുള്ള നിലക്കുള്ള ഒരു അഡ്രസ്സ് എന്നല്ലാതെ ഇപ്പം ഞാനൊരു സംഘടനയുടെ കീഴിൽ വന്ന ആളൊന്നുമല്ല, ഔദ്യോഗികമായിട്ട് രേഖയായിട്ട് വന്നാലല്ലോ. അപ്പോൾ താങ്കൾ തന്നെ ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞാൽ ആരത് അംഗീകരിക്കും? ഏത് സംഘടന അംഗീകരിക്കും? താങ്കൾ പറഞ്ഞു ഷിർക്കണം. പനസും ഹനീഫ് കായക്കൂടി ഒന്ന് കുടുങ്ങിയത് ഈ സക്കരിയ സലാഹിയുടെ ഈ കൊളക്കരയിലുള്ള ജിന്ന് ഹാലറായ ജിന്ന് പിടിക്കുമെന്ന് വിശ്വസിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ സംഗതിയെ ബലപ്പെടുത്തി അല്ലെങ്കിൽ അംഗീകരിച്ചത് കൊണ്ടുവന്ന ഫാൾട്ടാണ്. അത് തന്നെയാണ് നിങ്ങളും ഹനീഫ് കായക്കുടിയും കൂടെ പ്രബന്ധം കൈമാറിയപ്പോൾ അന്ന് കരാർ എഴുതിയപ്പോൾ സക്കരിയ സലാഹി പറഞ്ഞു നേരം ഏതായാലും വൈകി ഇതും കൂടെ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് വസീല ജിന്നിനോട് സഹായം ചോദിക്കൽ ഷിർക്കും കുഫറുമാണ്, ഹറാമുമാണ് എന്ന് എഴുതാൻ പറഞ്ഞു. അതുപോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വന്നതാണ്. അതെന്തുകൊണ്ടറിയോ? ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചക്ക് പച്ചവെള്ളം കണ്ട വറക്കും. കാരണം ചക്കരപ്പറമ്പിലും മട്ടാഞ്ചേരിയിലും കുടുങ്ങിയത് ആ പാവങ്ങളാണ്. അത് നിങ്ങളുടെ ഈ വാദം ഇതായതുകൊണ്ടാണ്. ഇനി 2, അഭൗതിക മാർഗത്തിലാണ് ഈ സഹായത്തേട്ടം. നിങ്ങൾ തന്നെ പറയണോ ജിന്ന് എന്ന് പറയുന്ന സാധനം മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമാണ് എന്ന് എത്രയോ പ്രാവശ്യം ഇവിടെ പറയുന്നു. നമ്മളെ സംബന്ധിച്ച് അഭൗതികമായൊരു സംഗതി എന്തിനാണ് ഈ ദുർബൽ ഹദീസ് വെച്ച് ഈ ഷെയ്ത്താൻ പിശാചി സേവ നടത്തുന്നു എന്ന് പറയുന്ന അവർ സഹായം കിട്ടും എന്നുള്ള വാദത്തിനല്ല. ഈ തങ്ങന്മാർക്കും ബീവിമാർക്കും അല്ലെങ്കിൽ ഈ അടിച്ചിറക്കണ കേന്ദ്രങ്ങൾക്കും ഒരു ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ ചെറിയ മുണ്ടം ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്ന ദുർബൽ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ താങ്കൾക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന അർത്ഥത്തിലല്ല. അതിനാണ് ഈ കണ്ട പുസ്തകം ഫുള്ള് വായിച്ചത്. 1918 വക്കം മൗലവിയുടെ ലേഖനം മുതൽ 2012 ജനുവരിയിൽ ഞങ്ങൾ കൊടുത്ത പ്രബന്ധം വരെ ഞാൻ പരാമർശിച്ചത് എന്തിനാ? ഇത് എൻ്റെ സ്വന്തം അഭിപ്രായം അല്ലാന്ന് പഠിപ്പിക്കാനാണ്. അത് തന്നെയാണ് KNMൻ്റെയും അഭിപ്രായം, അത് തന്നെയാണ് അനസ് മുസ്ലിയുടെയും അഭിപ്രായം, അത് തന്നെയാണ് ഹനീഫ് കായക്കുടിയുടെയും അഭിപ്രായം. അതിൽ ആർക്കും തർക്കമില്ല. പിന്നെ എന്തുകൊണ്ട് ചക്കരപ്പറമ്പിൽ എഴുതിയില്ലാന്നാ? ചക്കരപ്പറമ്പിൽ ജിന്നി വിഷയം എഴുതിയിട്ട് വേണം മുസ്ലിയാക്കന്മാർക്ക് ഈ വിഷയത്തെ അങ്ങോട്ട് മറിക്കാൻ. അതുകൊണ്ട് സംവാദത്തിൻ്റെ മനഃശാസ്ത്രം അറിയുന്നവർക്കറിയാം, സ്വാഭാവികമായും അവിടെ പറഞ്ഞോടുത്ത് പിടിച്ചു നിർത്തും. അവിടെ വിഷയം പോയതെന്താ? ഇസ്തിഗാസയാണ്. ആ ഇസ്തിഗാസ ചർച്ച ചെയ്യുമ്പോൾ നാട്ടിൽ അവർ ചെയ്യുന്ന ഇസ്തിഗാസയെപ്പറ്റി അത് ശിർക്കാണോ തൗഹീദാണോ എന്ന ചർച്ചയിൽ അവർക്ക് ജിന്ന് വലിച്ചു കൊണ്ടുവരണം. അതിന് പഴുത് കിട്ടാൻ വേണ്ടി അവർ വാദമെഴുതിയപ്പോൾ
പള്ളിപ്പടിപ്പാപ്പ കാക്കണേ, ജിന്നെ സഹായിക്കണേ എന്നെഴുതിയപ്പോൾ അതിപ്പോൾ എഴുതണ്ട, മറ്റെഴുതി കൂടി. കാരണം എന്താ, ഇത് എഴുതിയിട്ട് വേണം ഓർക്ക് ആ ജിന്നിൻ്റെ വാലുമ തൂങ്ങിയിട്ട് ഓർക്ക് ബാക്കിയുള്ളത് പറയാൻ. ആ പഴുത് കൊടുക്കൂല എന്ന വാശി കൊണ്ടാണ് അവിടെ അവർ അന്ന് എഴുതാൻ തയ്യാറാകാതെ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ആവട്ടെ, അല്ലാഹു എഴുതാം. ഏതായിരുന്നാലും അതിലല്ല തർക്കമുള്ളത്. ഇനിയിപ്പോൾ ചെറിയ മുണ്ടം എഴുതിയത് ഈ ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എന്ന അല്ല. ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല ഈ തത്വമുണ്ടായത്. ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല തത്വമുണ്ടായത്. ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന പ്രചാരണമാണ് ലഈഫായ ഹദീസ് അല്ല പ്രശ്നം, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തത്വമുണ്ടാക്കി, അതാണ് പ്രശ്നം. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തത്വമുണ്ടാക്കിയിട്ടില്ല. നിലവിലുള്ള തത്വത്തെ ഈ ഹദീസിലേക്ക് അപ്ലൈ ചെയ്തു, അതാണ് ഉണ്ടായത്. ഈ ഹദീസ് സ്വഹീഹായാൽ അമ്പിയാക്കളും ഔലിയാക്കളുമാണ് ഉദ്ദേശം എന്ന് അവർ പറഞ്ഞപ്പോൾ അല്ല, ഇത് സ്വഹീഹാണെങ്കിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജിന്നോ മലക്കളോ മറ്റു സൈന്യങ്ങളോ ആയിരിക്കാം. ഇതെന്തിനാ പറഞ്ഞത്? അമ്പിയാക്കളും ഔലിയാക്കളും ഉണ്ടാവുക എന്ന തത്വമില്ല, ജിന്നും മലക്കും ഉണ്ടാവുക എന്ന തത്വമുണ്ട്. അതുകൊണ്ട് ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ അതല്ല, ഇതാണ്. അപ്പൊ ജിന്നും മലക്കും വിജനപ്രദേശം ഉണ്ടാവാം എന്നുള്ളത് ഈ ഹദീസിൽ നിന്നല്ല കിട്ടുന്നത്. അത് ഖുർആനും ഹദീസും മൊത്തത്തിൽ പഠിപ്പിച്ചതാണ്. ഖുർആനും ഹദീസും മൊത്തത്തിൽ പഠിപ്പിച്ചതാണ്. ജിന്നും മലക്കും എവിടെയും ഉണ്ടാകാം, ജനപ്രദേശത്തും ഉണ്ടാകാം, വിജനപ്രദേശത്തും ഉണ്ടാവാം, പുഴക്കടവിലുണ്ടാകാം, കടൽക്കരയിലും ഉണ്ടാകാം, എവിടെയും ഉണ്ടാകാം. അതുകൊണ്ട് ആ ബാത്റൂമിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, അത് ആൺകൂതും പെൺകൂതല്ലല്ലോ, ആൺപിശാച്ചും പെൺപിശാച്ചും ആണല്ലോ. അപ്പോൾ അവിടെ ഉണ്ടാകാം. അതേപോലെ അദ്ദേഹം ശ്രദ്ധിക്കട്ടെ, എന്നാ ഫോൺ എടുത്തോളൂ, ആ ഫോൺ എടുത്തോളൂ, നിങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കട്ടെ, ഒന്ന് പഠിച്ചു കേട്ട് എന്നാലല്ലേ അടുത്ത് ചോദിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്. അതേപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ, റബ്ബേ പിശാചിനെ അകറ്റി നിർത്തേണമേ, അപ്പോൾ അവിടെ ഉണ്ടാകാം. ഭക്ഷണം കഴിക്കുന്നിടത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ പിശാച്ച് ഒഴിഞ്ഞു പോകും, അപ്പോൾ അവിടെ ഉണ്ടാകാം. വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ കൂടാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകും, അപ്പോൾ അവിടെ ഉണ്ടാകാം. ബാങ്ക് കേട്ട് അവന് ഓടിപ്പോകും, അപ്പോൾ അവിടെ അവനുണ്ടാകാം. ഏതു സ്ഥലത്തും ഉണ്ടാകാം. അപ്പോൾ വിജനപ്രദേശ ജിന്നുണ്ടാകാം എന്നത് ഈ ഹദീസിൽ നിന്നല്ല കിട്ടുന്നത്. ഒന്ന്, ഇനി അവിടെ ഉണ്ടാകുന്ന ജിന്നിന് വല്ല കഴിവുമുണ്ടോ? അതും ഈ ഹദീസിൽ നിന്നല്ല കിട്ടുന്നത്. കാരണം ജിന്നുകൾക്ക് കാഴ്ചയുണ്ട്, ഖുർആൻ പഠിപ്പിച്ചതാണ്. അവർക്ക് കേൾവിയുണ്ട്, ഹദീസിലൂടെ കിട്ടിയതാണ്. അവർ സഞ്ചരിക്കും, അവർ പല പ്രവൃത്തികളും ചെയ്യും, പല കഴിവും അവർക്കുണ്ട്, ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ വിജനപ്രദേശ ജിന്നുണ്ടാകാമെന്നതോ ആ ജനങ്ങൾക്ക് കഴിവുണ്ടാകാമെന്നതോ ഈ ദുർബല ഹദീസിൽ നിന്ന് കിട്ടിയതേ അല്ല. ഇങ്ങനത്തെ റിപ്പോർട്ടേ ഇല്ലെങ്കിലും ആ തത്വം ഉള്ളതാണ്. പിന്നെ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് എന്താ? ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് ആ ഉള്ളവരോട് എൻ്റെ മൃഗത്തുനിന്ന് പിടിച്ചോ എന്ന് പറഞ്ഞോ എന്നാ ഈ ഹദീസ് കിട്ടുന്നത്. അത് ദഈഫാണ്, അതുകൊണ്ട് പറയാൻ പറ്റൂല. ഓലവിടെ ഉണ്ടാകാം, അവർക്ക് ആ മൃഗത്തെ പിടിക്കാൻ കഴിയില്ലേ, അത് കഴിയുക എന്നത് പ്രമാണത്തിന് വിരുദ്ധമല്ല. പക്ഷെ അങ്ങനെ മൃഗം നഷ്ടപ്പെട്ടാൽ പിടിക്കവട് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ ഈ ഹദീസ് ആ തെളിവ്. അതുകൊണ്ട് ആ ഹദീസ് സ്വഹീഹല്ലാത്തതുകൊണ്ട് പറയാൻ പാടില്ല. അതാ ചെറിയ മുണ്ടൻ ശേഷം പറഞ്ഞത്. കണ്ടോ, ചെറിയ മുണ്ടൻ പറഞ്ഞു സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. സുലൈമാൻ നബി ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു, അവരോട് പലതും ആവശ്യപ്പെട്ടു. എന്നാൽ സുലൈമാൻ നബി അവരോട് പ്രാർത്ഥിച്ചിട്ടില്ല, ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള, കണ്ട അങ്ങോട്ട് ഇതിന് കമ്പാരിസൺ, അങ്ങോട്ടാ ഇത് പിന്നെ ഖിയാസാക്കിയത്. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് ഈ ഹദീസ് എന്നല്ല, അത് പൊതുതത്വം. ഇനിയുള്ളതാണ് ഹദീസ് എന്ന്. പക്ഷേ ഒറ്റപ്പെട്ട ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാഭ്യർത്ഥന ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. അത് ഹദീസ് കിട്ടുന്നത്. ഹദീസിന് കിട്ടുന്നത് എന്താ?
അവരോട് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ആവശ്യം അവരോട് ഉന്നയിക്കാം എന്ന് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നു. പക്ഷെ അത് ദുർബലമായി, അതുകൊണ്ട് ആ സമ്പ്രദായം സ്വീകരിക്കാൻ വകുപ്പില്ല. അപ്പോൾ ലഈഫായ ഹദീസിൽ നിന്ന് തത്വം ഉണ്ടാക്കിയിട്ടില്ല. തത്വം ഖുർആനും സുന്നത്തും അംഗീകരിച്ച, ഖുർആനും സുന്നത്തും പഠിപ്പിച്ച സ്ഥിരപ്പെട്ട തത്വമാണ്. ജിന്നുകൾ എവിടെയും ഉണ്ടാകാം, അവർക്ക് പല കഴിവുകളുമുണ്ട്. ആ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ മൃഗത്തൊന്ന് പിടിച്ചേക്കോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റുമെന്ന് പറയാൻ ഈ ഹദീസാണ് തെളിവ്. ഈ ഹദീസ് സ്വഹീഹല്ലാത്തത് കൊണ്ട് നമുക്ക് ചോദിക്കാൻ വകുപ്പില്ല. അപ്പോൾ ലഈഫായ ഹദീസിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാൻ പറ്റോ ഇല്ലേ എന്ന ചർച്ചയേ ഉള്ളൂ. അല്ലാതെ കഴിവുണ്ട് എന്നതോ അവരവിടെ ഉണ്ടാകാമെന്നതോ ഈ ഹദീസിന്റെ സ്ഥാനത്തിൽ അല്ല. അതുകൊണ്ടാണ് പുഴക്കടവും കുളക്കടവും ഒക്കെ വന്നത്. അല്ലാതെ പുഴക്കടവും കുളക്കടവും അല്ലല്ലോ പ്രശ്നം. KJ അവതരിപ്പിച്ച പ്രബന്ധം എന്ന് പറഞ്ഞു അന്ന് പുഴക്കടവ് ഉണ്ടായിട്ടില്ല. പുഴക്കടവ് ഇപ്പോൾ കഴിഞ്ഞ മാസമല്ലേ പ്രസംഗിച്ചത്, ചൂണ്ടലിട്ടത് അതിനും ശേഷമല്ലേ. അപ്പം അന്ന് പ്രബന്ധം അവതരിപ്പിച്ച കാലത്തോ ചക്കരക്കടവ് സംവാദം ഉണ്ടായ കാലത്തോ അന്ന് ചക്കരാസുലായി പുഴക്കടവൊക്കെ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് അയിമക്ക് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അത് ഏതുപോലെ പുറത്താക്കാൻ എന്തേ കാരണം വെച്ചപ്പോൾ പറഞ്ഞു ആ പുഴയിൽ മുങ്ങുമ്പോൾ അവരെ ജിന്നെ വിളിക്കാതാ പറഞ്ഞത്. പുറത്താക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് പറയണത്. പുറത്താക്കി മാസങ്ങൾ കഴിഞ്ഞിട്ട് പ്രസംഗത്തിൽ വന്നൊരു പരാമർശ, അതും വിളിക്കാന്നല്ല, ചോദിക്കാന്നല്ല, സഹായം ആവശ്യപ്പെടാന്നല്ല, പിന്നെ അവിടെ പ്രാർത്ഥന എന്ന പേര് അതിന് പറയാൻ പറ്റോ ഇല്ലേ, അതാ വിഷയം. എന്നാൽ അതാണ് മാസങ്ങൾക്ക് മുമ്പ് പുറത്താക്കി ന്യായമായി പറഞ്ഞത്. എന്നതുപോലെ ചക്കരക്കടവിൽ ഇതുള്ളതുകൊണ്ടല്ലേ പ്രശ്നമായതാ. ഇത് പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ്? ചക്കരക്കടവ് കഴിഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞു, ചക്കരക്കടവ് വ്യവസ്ഥ കഴിഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞു. ഇതൊക്കെ എപ്പോഴാണ് വരുന്നത്? അപ്പം ഇതും അതും കൂട്ടി ചേർക്കേണ്ട കാര്യമില്ല. ഇവിടെ ഏത് സ്ഥലത്തും, അത് പുഴയിലോ കടലോ എവിടെയാകട്ടെ, ഒരു വിളി ദുആ ആകണോ, ഒരു വിളി പ്രാർത്ഥനയാകണോ, കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വഴിയിലാവണം. എന്നാൽ പിന്നെ ജിന്ന് അഭൗതികമല്ലേ? ജിന്ന് അഭൗതികം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ ചോദ്യത്തിൽ തന്നെ വന്നു, മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികം, മനുഷ്യനെ അപേക്ഷിച്ച് അഭൗതികം, ഒരു കുഴപ്പമില്ല, ആപേക്ഷികമായ അഭൗതികമാണ്. എന്നാൽ ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന അഭൗതികം ഏതാ? ആപേക്ഷിക അഭൗതികമല്ല. ശിർക്കും തൗഹീദും വേർതിരിക്കുന്ന അഭൗതികം ഏതാ? ഞാൻ നേരത്തെ വായിച്ചു AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ ദൈവവിശ്വാസം ഖുർആനിൽ എന്ന പുസ്തകത്തിന് 30-ാമത്തെ പേജ്. അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാല ബന്ധങ്ങൾക്ക് അതീതം. കുഞ്ഞീലു മദനി എഴുതി ഇസ്ലാമിന്റെ ജീവൻ, പേജ് 12-13. അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാല ബന്ധങ്ങൾക്ക് അതീതം. ആ അഭൗതികമാണോ ജിന്ന്? അല്ല. എന്തുകൊണ്ട്? അഭൗതികമായ വഴിയിൽ ഗുണം ചെയ്യാനും ദോഷം വരുത്താനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നെഴുതി. ആ അർത്ഥത്തിൽ ജിന്നിനെ കുറിച്ച് അഭൗതികം എന്ന് പറയാൻ പറ്റുമോ? വിചിന്തനം 2007 ഫെബ്രുവരിയിൽ എഴുതി, ജിന്നിൻ്റെയും മലക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും കഴിവുകളുടെയും കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അപ്പം ആ അർത്ഥത്തിൽ അഭൗതികമല്ല, ആപേക്ഷികമായ അഭൗതികമാണ്. ആ അഭൗതികമായതുകൊണ്ട് ശിർക്കും തൗഹീദും വേർതിരിയുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ജിന്ന് നമ്മളെ കാണുമെന്ന് വിശ്വസിക്കാൻ പറ്റൂല. ജിന്ന് നമ്മളെ കാണുമെന്ന് വിശ്വസിച്ചാൽ അഭൗതികമായ കാഴ്ച ജിന്നിനുണ്ടെന്ന് പറയേണ്ടി വരും. ജിന്നുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ അഭൗതിക കേൾവി ജിന്നിനുണ്ടാകുമെന്ന് പറയേണ്ടി വരും. ജിന്നിവിടെ ഹാജരാകുമെന്ന് പറഞ്ഞാൽ അഭൗതികമായ വഴിയിൽ ഹാജരാകാൻ ജിന്നുകൾക്ക് കഴിയുമെന്ന് പറയേണ്ടി വരും. ജിന്നുകൾ ജ്യോത്സ്യന്മാരെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അഭൗതിക സഹായം ജിന്നിന്ന് കിട്ടുമെന്ന് പറയേണ്ടി വരും. ജിന്നുകളും ശൈത്താന്മാരും സാഹിര്യങ്ങളെ സഹായിക്കുന്നെന്ന് പറഞ്ഞാൽ അഭൗതികമായ സഹായം അവരിൽ നിന്ന് കിട്ടുമെന്ന് പറയേണ്ടി വരും. അതെല്ലാം ശിർക്കായി മാറും. ആ അഭൗതികത ജിന്നിനില്ല, ആ അഭൗതികത പിശാചിനില്ല, ആ അഭൗതികത മലക്കിനില്ല. ആ അഭൗതിക വഴിയിൽ ഗുണം ചെയ്യാനും ദോഷം വരുത്താനുമുള്ള കഴിവ് പടച്ച റബ്ബിന് മാത്രം. ആപേക്ഷികമായ അഭൗതികമെന്നോ അദൃശ്യമെന്നോ മറഞ്ഞത് എന്നോ വൈബ് എന്നോ ഒക്കെ പറയാം, യാതൊരു തകരാറുമില്ല. അത് ജിന്നു മാത്രമല്ല, മുമ്പതില്ലാത്തൊരു മനുഷ്യനെപ്പറ്റിയും അയാൾ വൈബാണ് എന്ന് പറയാം, മറഞ്ഞതാണെന്ന് പറയാം, അദൃശ്യമാണെന്ന് പറയാം. ഒരാൾ നമുക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു, ഓൻ എനിക്ക് എന്തോ സഹായം ചെയ്തിട്ട് എന്തോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിനും വേണമെങ്കിൽ മറഞ്ഞ വഴിക്ക് എന്ന് പറയാം. അതല്ല തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന മറഞ്ഞ വഴി. അതിനാണ് സെയ്ദ് മൗലവിയുടെ പുസ്തകത്തിലെ 127-ാമത്തെ പേജിൽ ഞാൻ വായിച്ചത്. മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴി എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് വായിച്ചത് അതിനു വേണ്ടിയാണ്. ഒരു ചോദ്യം ചോദിച്ച് താൽക്കാലികമായിട്ട് വേറൊരാൾക്ക് മൈക്ക് കൊടുക്കും, പിന്നീട് ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ബാക്കിയുള്ളവരും നമ്മൾ പരിഗണിക്കണമല്ലോ. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികം എന്ന് പറയുമ്പോൾ
ശരിക്കും ഭൗതികമായി വരുന്നുണ്ട് സാഹിറന്മാർക്കത്. സാഹിറന്മാരെ സംബന്ധിച്ച് ഭൗതികമായി വരുന്നൊരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾക്ക് അഭൗതികവും സാഹിറന്മാർ മനുഷ്യന്മാരായ സാഹിറന്മാർക്ക് നമുക്ക് അഭൗതികവും മനുഷ്യന്മാരായ സാഹിറന്മാർക്ക് ഭൗതികവുമായി മാറുന്നു എന്നാണ് താങ്കളുടെ വായന കിട്ടുന്നത്. കാരണം അവർക്ക് സഹായം ചെയ്യുന്നു, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നു, അവരെ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു. അത് ഖുർആൻ ഇറങ്ങിയോളം നിന്നു എന്നുള്ള വിഷയം വേറുണ്ട്, സംവാദത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അഭൗതികം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഈ കുറച്ച് മുജാഹിദുകളായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ എനിക്ക് കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അഭൗതികം ഭൗതികം എന്ന് പറഞ്ഞാൽ ഷിർക്കെന്ന് മാറി വന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് സാഹിറന്മാർക്ക് അത് ഭൗതികമായി മാറുന്നു എന്നാണ് താങ്കൾ പറയുന്നതിലുള്ള അർത്ഥമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് ചെറിയ ചെറിയ വേണ്ട ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജിന്നിൻ്റെ സഹായം കിട്ടിയ കുറേ പ്രശ്നങ്ങൾ തീരും. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നിങ്ങൾ നിഷേധിക്കുമെന്ന് എനിക്കറിയാം. സക്കരിയ സലാഹി പറഞ്ഞിട്ട് ജർമ്മനിയിൽ നിന്ന് വാച്ച് കൊണ്ടിട്ടെ മരുന്ന് കൊണ്ടിട്ടെ എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങൾ ജിന്നിനെ കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മുജിസത്തിനെ നമുക്ക് ഉപയോഗിക്കുന്ന രൂപത്തിൽ പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. സന്ദർഭം നടത്തിയൊന്നുമല്ല കേട്ടോ, മുഴുവൻ കണ്ടതാണ്. അങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിശദീകരിക്കേണ്ട വിഷയം, നമുക്ക് അഭൗതികമായ കാര്യം സാഹിറന്മാർക്ക് ഭൗതികമാകുന്നത് എന്തുകൊണ്ട്? സാഹിറും മനുഷ്യൻ തന്നെ, നമ്മളും മനുഷ്യൻ തന്നെ. അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? ആപേക്ഷികമായ അഭൗതികം. അത് സാഹിറിനും അങ്ങനെ തന്നെ, നമുക്കും അങ്ങനെ തന്നെ. അവിടെ സാഹിറും നമ്മളും വ്യത്യാസമൊന്നുമില്ല. ഇത് നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ ഉദ്ദേശിച്ച അഭൗതികം എന്ന അർത്ഥത്തിലാണെങ്കിൽ, ജിന്ന അഭൗതികമാണെന്ന് പറയുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ സാഹിറിന് കിട്ടുന്ന സഹായം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായമാണെന്ന് പറയേണ്ടി വരും എന്നാണത്. അങ്ങനെ പറയുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി റബ്ബല്ലാത്തവർ സഹായിക്കുമെന്ന് വിശ്വസിക്കണം. അപ്പോൾ സിഹിറുണ്ട് വിശ്വസിച്ചാൽ മുസ്ലിക്കാകും, കണ്ണേറുണ്ട് വിശ്വസിച്ചാൽ മുസ്ലിക്കാകും. എന്നാൽ സിഹിറും കണ്ണേറും ഉണ്ട് എന്ന് ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടു, അത് വിശ്വസിച്ചാൽ മുസ്ലിക്കാകുകയുമില്ല. പിന്നെന്താ വ്യത്യാസം? അവിടെ പറഞ്ഞത് അത് അഭൗതിക സഹായമല്ല, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായമല്ല. അത് പിശാചിൻ്റെ പ്രകൃതിയിൽ നിന്നുകൊണ്ട്, പിശാചിൻ്റെ കാര്യകാരണ ബന്ധത്തിനുള്ളിൽ നിന്നുകൊണ്ട്, പിശാചിൻ്റെതായ ഭൗതികതയിൽ നിന്നുകൊണ്ട് അവൻ ചെയ്യുന്ന ചില പണികൾ മാത്രം. അത് ആപേക്ഷികമായി അഭൗതികം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പറഞ്ഞുകൂടാ എന്നാണ് പറഞ്ഞത്. പിന്നെ ജർമ്മനിയിൽ നിന്ന് മരുന്നുകൊണ്ടിരാന്നുള്ളത് അത് സക്കരിയ സലാഹി മാത്രം പറഞ്ഞതല്ല, അത് ശബാബിലും കാണാം, അത് മുൻഗാമികളൊക്കെ പഠിപ്പിച്ചു. ഇമാം ഷാഫി പറഞ്ഞ ഇബാദത്ത് നമ്മൾ ഒന്നിച്ചിക്കണ കാലത്ത് നമ്മൾ സുന്നാക്കെതിരെ വഴുത് പറഞ്ഞപ്പോൾ എത്ര സ്ഥലത്ത് നമ്മളൊക്കെ പ്രസംഗിച്ചു പോയി. ഒരു മനുഷ്യൻ വായുവിലൂടെ പറക്കുന്നത് കണ്ടാൽ, വെള്ളത്തിലൂടെ നടക്കുന്നത് കണ്ടാൽ അവൻ വലിയാണെന്ന് വിശ്വസിക്കരുത്, പിശാച് അവനെ താങ്ങിക്കൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കണം. ശബാബിലാണ് ആ ഉദ്ധരണി വന്നത്. ഇമാം ഷാഫിയാണത് പറഞ്ഞത്. ഇമാം ഷാഫി പറഞ്ഞു, അത് ശബാബിൽ ചോദ്യത്തിന് ഉത്തരമായി മുസ്ലിം എന്ന ചോദ്യത്തിനൊപ്പം തിരി പറയുകയും ചെയ്തു. അപ്പോൾ അത് ഓൻ്റെ കഴിവാണ്, അത് മുഴുജിയത്തല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ജിന്നിൻ്റെ ആ സംഗതി, ഇപ്പോൾ ബൽഖീസിൻ്റെ വിഷയമുണ്ടല്ലോ, സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞത്, ആ സിംഹാസനം താങ്കൾ എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്ന് ഇഫ്രീത്ത് പറഞ്ഞു. കാരണം ഇഫ്രീത്തു മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, താങ്കളുടെ സഭയിൽ നിന്ന് താങ്കൾ എണീക്കും മുമ്പ് ഞാനത് കൊണ്ടുവരാം. ആ കൊണ്ടുവരിക എന്നത് ഇഫ്രീത്തിൻ്റെ മുഴുജിയത്തല്ല. കാര്യം ഇഫ്രീത്തിന് മുഴുജിയത്തില്ല, ഇഫ്രീത്തിന് മുഴുജിയത്തില്ല. പിന്നെ എങ്ങനെയാ കൊണ്ടുവരിക? വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, വഇന്നി തീർച്ചയായും ഞാൻ അലൈഹി അത് കൊണ്ടുവരാൻ ലഖവിയ്യുൻ കഴിവുള്ളവനാണ്. അത് ഓൻ്റെ കഴിവാ, അത് ഓൻ്റെ കഴിവാ, അത് മുഴുജിയത്തല്ല. ആ കഴിവ് ഉപയോഗപ്പെടുത്താൻ സുലൈമാൻ നബിക്ക് സാധിച്ചു, അതാണ് മുഴുജിയത്ത്. കൊണ്ടുവന്നത് മുഴുജിയത്തല്ല. സുലൈമാൻ നബി ആവശ്യപ്പെട്ടാൽ ഓനെ പറഞ്ഞേക്കാൻ പറ്റി, അതാ മുഴുജിയത്ത്. അല്ലാതെ ഇഫ്രീത്തിന് മുഴുജിയത്തില്ലല്ലോ. ഇപ്പം കഴിഞ്ഞ ആഴ്ച വിചിന്തത്തിൽ പോലും വായിക്കാനിടയായി മുഴുജിയത്ത് അഭൗതികമായ വഴിയിലാണല്ലോ. എങ്കിൽ ജിന്നിനെയും പിശാച്ചിനെയും സുലൈമാൻ നബി കീഴ്പ്പെടുത്തി കിട്ടിയത് മുഴുജിയത്താകണമെങ്കിൽ ജിന്ന് പിശാച്ചും അഭൗതികമാകണ്ടേന്നാ. അത് നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഉള്ള തെറ്റിദ്ധാരണയാണ്.
ജിന്നും പിശാചും അഭൗതികമാകേണ്ടതില്ല. അവരെ കീഴ്പ്പെടുത്തിയ മാർഗമാണ് അഭൗതികം. അല്ലെങ്കിൽ സുലൈമാൻ നബിയുടെ മറ്റൊരു മുഴുജത്താണ് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഒരാൾ പറയാം അത് അഭൗതികമാകേണ്ട മുഴുജത്ത്, അപ്പം കാറ്റ് അഭൗതികല്ലേ എന്ന് പറയാൻ പറ്റുമോ? കാറ്റ് അഭൗതികമല്ല. ആ കാറ്റ് എന്താ ചെയ്യുക? ഒരു പ്രഭാതം കൊണ്ട് ഒരു മാസത്തെ ദൂരം സഞ്ചരിക്കുന്നു, ഒരു പ്രദോഷത്തിലും ഒരു മാസത്തെ ദൂരം സഞ്ചരിക്കുന്നു. ഒറ്റ രാവിലെ ഒരു മാസം മനുഷ്യൻ സഞ്ചരിക്കുന്ന ദൂരത്തേക്ക് കാറ്റെത്തുന്നു. അത് മുഴുജത്താണോ? അല്ല, അത് കാറ്റിൻ്റെ സ്പീഡാണ്. ആ കാറ്റിനെ സുലൈമാൻ നബി വിചാരിച്ച വഴിക്ക് തിരിച്ചുവിടാൻ പറ്റി, അതാ മുഴുജത്ത്, അത് അഭൗതികമാണ്. അത് സുലൈമാൻ നബിയുടെ കഴിവല്ല, പടച്ചിറപ്പ് പ്രകടിപ്പിക്കുക. മുഴുജത്ത് ഓല കഴിവല്ല. അല്ലാഹുവിന്റെ റസൂലിന് കല്ലുകൾ സലാം ചൊല്ലി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അത് മുഴുജത്താവണമെങ്കിൽ കല്ല് അഭൗതിക കണ്ടറിയാൻ പറ്റുമോ? കല്ല് അഭൗതികമല്ല, പക്ഷെ കല്ല് സലാം ചൊല്ലിയതോ അഭൗതികമാണ്, മുഴുജത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ചന്ദ്രനെ പുലർത്തി, മുഴുജിയത്താ. ഒരുത്തം പറയാം മുഴുജിയത്താകണോ അഭൗതികാവണ്ടേ, അപ്പം ചന്ദ്രൻ അഭൗതികം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ചന്ദ്രൻ അഭൗതികമല്ല. ചന്ദ്രനെ പുലർത്തിയത് അഭൗതികമായ വഴിയിൽ, അത് മുഴുജിയത്താണ്. അല്ലാഹുവിന്റെ റസൂലെ വിളിച്ചപ്പോൾ മരങ്ങൾ വന്നു മറയായി നിന്നു, മുഴുജിയത്താണ്. അതുകൊണ്ട് മരം അഭൗതികാണോ? അല്ല. ആ മരങ്ങളെ വിളിച്ചപ്പോൾ വന്നു വന്നത് അഭൗതിക വഴിയിൽ, അത് മുഴുജിയത്താണ്. അതുകൊണ്ട് ഈ ഫ്രീത്ത് ചെയ്ത പണി, അവിടുന്ന് സിംഹാസനം കൊണ്ടുവരാമെന്ന് പറഞ്ഞതോ, ഇനി വേണമെങ്കിൽ ആ സിംഹാസനം എടുക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞാൽ അതൊന്നും എന്തല്ല, മുഴുജത്തല്ല, അത് അഭൗതികമല്ല, അത് ഓൻ്റെ കഴിവാണ്, അത് അവൻ്റെ കഴിവാണ്. ആ കഴിവ് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു, അതാ മുഴുജത്ത്. നമുക്ക് ആ മുഴുജത്തില്ല, അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഓന് കഴിവില്ല എന്നല്ല, അവന് കഴിവുണ്ട്. അപ്പം ആ കഴിവൊക്കെ ഉണ്ടെന്ന് കിട്ടുന്നത് ഈ ഹദീസ് എന്നല്ല. മാത്രവുമല്ല, ആ വിഷയം പറഞ്ഞപ്പോൾ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ചോദ്യങ്ങളും മറുപടി എന്ന ഈ പുസ്തകത്തിൻ്റെ 8-9 പേജുകളിൽ മൗലവി പറഞ്ഞു, ഇവിടെ ഈ മറുപടിയിൽ ജിന്നിനനുസൃതമായ ശക്തിയാണ് പ്രവൃത്തിക്ക് ആധാരമായി പറഞ്ഞിട്ടുള്ളത്, അഭൗതികതയുടെ പ്രശ്നമില്ല. സുലൈമാൻ നബിയോട് ഇഫ്രീത്ത് പറഞ്ഞ മറുപടിയെപ്പറ്റി എ.പി. അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ഈ